പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം നമ്മളിൽ നിറയുന്നതിന് ദാഹത്തോടെ ആഗ്രഹത്തോടെ സഖിവൻ മാളികയിൽ അപ്പസ്തോലന്മാരെ പരിശുദ്ധാത്മാഭിഷേകത്തിനായിട്ട് ഒരുക്കിയ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി അപ്പസ്തോലന്മാരെ ഒരുക്കിയ അമ്മേ മാതാവേ, ഈ സന്ധിയിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തമായി സ്നാനം ചെയ്യപ്പെടാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. ഇരിക്കാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഗോഡ് ഈസ് ഗുഡ് എന്ന് പറയും, നിങ്ങൾ ഓൾ ദ ടൈം എന്ന് പറയണം. ഗോഡ് ഈസ് ഗുഡ്. ഞാൻ ഓൾ ദ ടൈം എന്ന് പറയും, നിങ്ങൾ ഗോഡ് ഈസ് ഗുഡ് എന്ന് പറയണം. ഓൾ ദ ടൈം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോൾ, ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നന്നായിട്ട് കൈയടിച്ചിട്ട് നിങ്ങളുടെ സന്തോഷം എങ്ങനെല്ലാം പ്രകടിപ്പിക്കാമോ അങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കണം. കൂവാം, വിസിലടിക്കാം, കുരവയിടാം, അങ്ങനെ എന്തും ചെയ്യാം. യു ആർ ഫ്രീ ടു ഡു എനിത്തിങ്. ഓക്കെ, റെഡി? ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. പോരാ 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 പോരാ, വരട്ടെ വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനിത് ആഫ്രിക്കയിലാണ് കണ്ടത്. അല്ല, ആഫ്രിക്കക്കാരൊന്നുമല്ല നിങ്ങളുടെ മുമ്പിൽ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. ഇത് ദൈവമക്കളുടെ ആഹ്ലാദ പ്രകടനമാണ്. എന്നോട് ചെയ്താലോ? ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. വീട്ടിലൊക്കെ പോകാൻ പറ്റാത്തവർക്ക് നല്ലൊരു അവസരമായി മാറിയിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. നമ്മൾ കർത്താവിൽ സന്തോഷിച്ച് കർത്താവിൽ നമ്മുടെ ആനന്ദം പ്രകടിപ്പിക്കുക എന്നുള്ളത് ദൈവമക്കൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൊരു കാര്യമാണ്. ആഹ്ലാദാരവത്തോടെ കർത്താവിനെ സ്തുതിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ അതിശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ ജോൺ പോളിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തതും വചനത്തിലൂടെ ദൈവം അത്ഭുതകരമായി നയിക്കുന്നതും നമ്മൾ സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അത് ശ്രദ്ധിച്ചു. ദൈവത്തിന് മഹത്വം. ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ബാംഗ്ലൂരിൽ തുടരട്ടെ എന്ന് ഞാൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിന് മുഴുവൻ സാക്ഷ്യമായി മാറാനിടയുള്ള തീപ്പന്തങ്ങൾക്ക് ബാംഗ്ലൂർ ജന്മം കൊടുക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അതിനുള്ള ഒരു വലിയ അഭിഷേകം കർത്താവ് ഇന്ന് രാത്രിയിൽ നമുക്ക് തരികയാണ്. ഞാൻ ഇന്ന് ജോൺ പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3-ാം ദിവസമാണ് ഇന്ന്. 3-ാം ദിവസത്തിൻ്റെ പ്രത്യേകത കർത്താവ് പറഞ്ഞു, ഇന്നും നാളെയും നീ ജനത്തെ വിശുദ്ധീകരിക്കണം. 3-ാം ദിവസം ഞാൻ മലയിൽ ഇറങ്ങി വരും. അപ്പോൾ ഇത് ഇന്ന് ഈ ഹല്ലേലൂയ, ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ നിങ്ങളോട് ആമുഖമായിട്ട് പറയുകയാണ്, നിങ്ങൾ ദാഹിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് അഗ്നിജ്വാലകളാൽ ചുറ്റപ്പെട്ടായിരിക്കും. ഹല്ലേലൂയ. അത് പറയുമ്പോൾ അതൊരു കൺവെൻഷൻ്റെ ആവേശത്തിനോ അല്ലെങ്കിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനോ പറയുന്നതല്ല. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഒത്തിരി പോരായ്മയുള്ള ഒരാളാണ് എന്ന് ഞാൻ എപ്പോഴും സമ്മതിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി ബലഹീനത, കുറവുകൾ മാനുഷിക നിലയിൽ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് വരെ, ഈ മിനിറ്റ് വരെ വചനവേദിയിൽ ആളുകളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഉണർവുണ്ടാവട്ടെ, ഒരാവേശം ഉണ്ടാവട്ടെ, അതിനുവേണ്ടി എനിക്ക് എൻ്റെ ഉള്ളിൽ ബോധ്യം വരാത്ത ഒരു കാര്യവും ഞാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ വേദിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് സത്യസന്ധമായ എൻ്റെ വിശ്വാസം. അത് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ഇടപാടായതുകൊണ്ട് ദൈവം വിധിക്കട്ടെ.
ഞാൻ പറയുകയാണ്, അതുകൊണ്ട് ഇത് ഞാൻ വെറുതെ ബൂസ്റ്റ് ചെയ്യാൻ പറയുന്നതല്ല. ഇന്ന് പ്രഭാതം മുതൽ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയൊരു ബോധ്യമുണ്ട്. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രകടമായി നിറയപ്പെടും. ഹല്ലേലൂയാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ദാഹിക്കുന്നവൻ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യട്ടെ. ദാഹിക്കുന്നവൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ ദാഹിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രകടമായ ദൈവത്തിൻ്റെ ഒരു സ്പർശനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് നമ്മുടെ ഗാദറിങ്ങുകളും മറ്റ് പാർട്ടി സമ്മേളനങ്ങളും സമുദായ സംഘടനകളുടെ മീറ്റിങ്ങുകളും തമ്മിലുള്ള വ്യത്യാസം. മറ്റ് മതങ്ങളിലെ ആളുകൾ ഒരുമിച്ച് കൂടുന്നതും അതുപോലെ തന്നെ ചില പാർട്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നതും നമ്മൾ ഒരുമിച്ച് കൂടുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഒറ്റ വ്യത്യാസമേ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. നമുക്കിടയിൽ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ സമ്മേളനങ്ങൾ മറ്റേത് പൊതുസമ്മേളനങ്ങൾ പോലെയും സാധാരണമായി തീരും. നമുക്കിടയിൽ we need to experience and enjoy the moving presence of the Holy Spirit among us. When we gather in the name of Jesus, we have to encounter the real, concrete, solid presence of the Lord. നമ്മുടെ ഇടയിൽ അത് കാണണം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് ഒരാൾ ദാഹിച്ച, ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ദൈവജനം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രകടമായി ഇറങ്ങി വന്ന് ദൈവ സാന്നിധ്യം നിറഞ്ഞ് നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരും അത്രമാത്രം ദൈവിക ആനന്ദത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ കാണാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാനതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ഈ സന്ധ്യ നമുക്ക് ദൈവം സമ്മാനമായി തരുന്ന സന്ധ്യയാണ്. നിങ്ങൾ ദാഹിച്ചാൽ ഇന്ന് നിങ്ങൾ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് സഹായകരമായ ചില ചിന്തകളിലേക്ക് ഈ രാത്രിയിൽ കടക്കുകയാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നമ്മൾ ഒരു യുദ്ധത്തിലാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞ്, നമ്മൾ ഒരു യുദ്ധത്തിലാണ്. നമ്മളൊരു യുദ്ധത്തിലാണ്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മളൊരു ആത്മീയ പോരാട്ടത്തിലാണ്. അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, എഫേസോസ് ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങളിൽ, എഫേസോസ് 6:10 മുതൽ അവസാനമായി എഫേഷ്യൻസ് 6:10, ഉച്ചത്തിൽ കിട്ടുന്നവർ ഉച്ചത്തിൽ വായിക്കുക. അവസാനമായി കർത്താവിലും അവിടുത്തെ പ്രാഭവത്തിൻ്റെ, അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ഒന്നുകൂടെ വായിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മൾ ഒരു പോരാട്ടത്തിലായതുകൊണ്ട് സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ സർവായുധങ്ങളും ധരിക്കണം. ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കണം. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുകയാണ്, വാക്യം 12, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്, മറിച്ച് പ്രഭുത്വങ്ങൾക്കും, ഉറക്കെ വായിക്കുക, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്കെതിരെ ഒരു വലിയ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം കേരളത്തിൽ ചില സമൂഹങ്ങൾ, ചില കൂട്ടായ്മകൾ, ക്രിസ്തീയ കൂട്ടായ്മകൾ വളരെ വേദനാജനകമായ ഒരു മീഡിയ അറ്റാക്കിലൂടെ കടന്നുപോയപ്പോൾ അതിനെ ചൊല്ലി വേദനിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്ന ഒരു പ്രിയ വൈദികനെ ഞാൻ ഈ യാത്രക്കിടയിൽ കാണാനിടയായി. അപ്പോൾ ഞാൻ ആ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഒത്തിരി മീഡിയ അറ്റാക്കിന് ഇപ്പോൾ വിധേയനാവുന്നുണ്ടല്ലോ. അച്ഛൻ ഒരുപാട്, എനിക്ക് കുറേയൊക്കെ അറിയാം, അച്ഛൻ ആക്രമിക്കപ്പെടുന്ന മേഖലയിൽ അച്ഛൻ സത്യത്തിൽ ഒരു നിരപരാധിയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ അങ്ങനെ ആ വേദനയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനിപ്പോൾ മനസ്സിലായല്ലോ പിശാചുണ്ടെന്ന്.
അപ്പോൾ അച്ഛൻ എന്നോട് തലകുലിക്ക് സമ്മതിച്ചിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ മനസ്സിലായി ഡാനിയേലച്ച പിശാചുണ്ടെന്ന്. അതായത് നമ്മൾ ഒരു യുദ്ധത്തിലാണ്, നമ്മളൊരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടം മനുഷ്യർക്കെതിരെ അല്ല. നമ്മുടെ വാർഫെയർ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എഫേഷ്യൻസ് 6:10-11-12 വചനം പറയുകയാണ്, എന്തെന്നാൽ നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. പിന്നെ ആർക്കാണ്? വായിക്കാം. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പതിയിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. അപ്പം ഞാൻ മതി, ബാക്കി ആയുധങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പം എൻ്റെ ചോദ്യം, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. എൻ്റെ ചോദ്യം, ദൈവത്തിൻ്റെ സർവായുധങ്ങളും ധരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയാമോ, പിശാചിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ദൈവമക്കൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പിശാചിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. ഇഫ് യു എഗ്രി ഓർ ഡിസഗ്രി, ദിസ് ഈസ് ദ ഫാക്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരിക. അവിടെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായം, മാത്യു ചാപ്റ്റർ 12, മത്തായി 12, മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 22. മത്തായി 12:22, മാത്യു 12:22 വായിക്കാം. പറഞ്ഞേ. അനന്തരം അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതാണ് സാഹചര്യം. ലിസൺ. അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു പിശാചിനെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയപ്പോൾ വാക്യം 24 വേഴ്സ് 24, എന്നാൽ ഇത് കേട്ടപ്പോൾ ഫരിസേയർ പറഞ്ഞു, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും, അന്തഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. ഉച്ചത്തിൽ വായിക്കുക വേഴ്സ് 26, സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിക്ക് ആരെങ്കിലും പറയുക, അവന്റെ രാജ്യം. സേ സംബഡി. അവന്റെ രാജ്യം. ഇതാരാ പറഞ്ഞേ? ഈശോ. അപ്പൊ ഈശോയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, സാത്താന് ഒരു രാജ്യം ഉണ്ട്. ക്ലിയർ? Satan has a kingdom. There is a satanic kingdom over there. സാത്താന് ഒരു രാജ്യം ഉണ്ട്. ഇനി താഴോട്ട് വരുമ്പോ വാക്യം 28 വേഴ്സ് 28, എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം. ആദ്യത്തേത് സാത്താന്റെ രാജ്യം, രണ്ടാമത്തേത് ദൈവത്തിൻ്റെ രാജ്യം. ഈ പാസേജിൽ നമുക്ക് മനസ്സിലാവുകയാണ്, ഈ സാത്താന്റെ രാജ്യം അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ട് ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. എൻ്റെ ചോദ്യം, ടു വിച്ച് കിങ്ഡം യു ബിലോങ് ടു? ഗോഡ്സ് കിങ്ഡം ഓർ സൈറ്റനിക് കിങ്ഡം? നിങ്ങൾ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളിലെ ദൈവരാജ്യത്തിൻ്റെ മെമ്പേഴ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മറ്റേ രാജ്യവുമായിട്ട് വാർഫെയറിലാണ്, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ഹല്ലേലൂയാ. അതായത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ സൈറ്റനിക് കിങ്ഡം നിങ്ങൾക്കെതിരാണ്. സൈറ്റനിക് കിങ്ഡത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോവും. എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായാൽ സാത്താൻ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം ആ സാത്താൻ നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, ഈ സാത്താന്റെ രാജ്യം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തി
ഒരിക്കലും യേശുവിനെ അറിയരുതെന്ന് സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. യേശുവിനെ ഒരിക്കലും അറിയാതിരിക്കാൻ, ഒരു വ്യക്തി ഒരിക്കലും യേശുവിലേക്ക് എത്താതിരിക്കാൻ സാത്താന്റെ കിങ്ഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ആദ്യം ചെയ്യുന്നത്. So the first activity of the kingdom of Satan is an attempt to prevent people from coming to the kingdom of God, to coming to Jesus. യേശുവിലേക്ക് വരാതിരിക്കാൻ എല്ലാ വഴിയും നോക്കും. ഇനി രണ്ടാമത്തേത്, ഒരു വ്യക്തി യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ സാത്താൻ പിന്നെ പരിശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് യേശുവുമായി ഒരിക്കലും വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിക്കും. നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യമാണ് ഇത്. ഒന്നാമത്തെ കാര്യം, ഹി വിൽ പ്രിവെന്റ് ഓൾ മീൻസ്, ഓബ്സ്റ്റക്കിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യും. എവിടെ നിന്നറിയാം? ഇവാഞ്ചലൈസേഷൻ ചെയ്യാതിരിക്കാൻ, സുവിശേഷ വേല ചെയ്യാതിരിക്കാൻ. ഇപ്പം ഞങ്ങൾ അച്ഛന്മാര് അല്ലെ സിസ്റ്റേഴ്സ് അല്ലെ ദൈവവേല ചെയ്യുന്നവരൊക്കെ സുവിശേഷ വേല ചെയ്യാതിരിക്കാൻ, ഇനി ചെയ്താൽ തന്നെ അത് എഫക്റ്റീവ് ആവാതിരിക്കാൻ, അത് ആളുകളിൽ എത്താതിരിക്കാൻ അവൻ എല്ലാ വഴികളും നോക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഡിസ്ട്രാക്ട് ചെയ്യും. എങ്ങനെയാണ് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്? ഇങ്ങനെ പറയും, ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദി ബെസ്റ്റ്. സേ സംബഡി, ഗുഡ്. ബെസ്റ്റിന്റെ എനിമി വേഴ്സ്റ്റ് അല്ല, ഗുഡാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് ശ്രദ്ധിക്കുക, ബൈബിൾ വായിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ഇറ്റ്സ് എ ഗുഡ് ആക്ഷൻ ആണോ? പക്ഷേ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ, എപ്പോഴും പ്രാർത്ഥിക്കുന്നേ ഇല്ല. അപ്പോ ഈ ഗുഡ് ആ ബെസ്റ്റിന്റെ എനിമിയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഒരാൾ എപ്പോഴും ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കത്തേ ഇല്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകത്തേ ഇല്ല, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. then this good becomes the enemy of the best. Do you understand? അപ്പോ ഒന്നാമത്തെ ആക്ടിവിറ്റി ചെയ്യുന്നത്, ഇപ്പോ എന്ത് ചെയ്യും? ദൈവവേല ചെയ്യാൻ നിയോഗം കിട്ടിയ ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കാതെ, ബെസ്റ്റ് ചെയ്യിക്കാതെ, ഗുഡായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദിസ് ഗുഡ് വിൽ പ്രിവെന്റ് ദ ബെസ്റ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഒന്ന് കൈവയ്ക്കേ, ക്ലിയർ ആയെങ്കിൽ. യെസ്. സോ ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ബെസ്റ്റ്. അപ്പൊ സാത്താൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്യും. ഞാൻ എനിക്ക് ഈ പ്രായമുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. വഴി കൂടെ അവരിങ്ങനെ നടന്നു വന്ന് കണ്ടാൽ ഞാൻ നിശ്ചയമായിട്ടും വണ്ടി നിർത്തും. എന്നിട്ട് മിണ്ടും, ചോദിക്കും, വിശേഷം ചോദിക്കും, മരുന്ന് വാങ്ങിക്കാൻ കാശൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രായമുള്ള അപ്പച്ചന്മാര് ഇതുപോലെ അപ്പോ ഞാൻ ഒരു വിദേശ രാജ്യത്ത് ധ്യാനത്തിന് പോയി. അപ്പോൾ ഈ പാട്ടുകാരൻ ബ്രദർ അടുത്ത ദിവസമാണ് വന്നേ, വേറൊരു സ്ഥലത്ത് നിന്നാണ് വന്നേ. അപ്പോൾ റിസീവ് ചെയ്യാൻ ഒരു ചേട്ടൻ പോയിട്ട് ആ ചേട്ടൻ കൂടെ നിന്നവനോട് പറഞ്ഞു, ഈ കിളവനാണോ പാടുന്നതെന്ന് ചോദിച്ചു. അത് ഈ തലയൊക്കെ നരച്ചാണ്, പ്രായം വളരെ കുറവാണ്. സ്വരം കേട്ടപ്പോൾ മനസ്സിലായില്ലേ? പ്രായം വളരെ കുറവാണ്. ഹല്ലേലൂയാ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ, അപ്പോൾ എനിക്ക് എപ്പോഴും ഈ അങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാനകേന്ദ്രത്തിൽ ഒരു അല്പം പൂർണ്ണ മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇവരാരുമല്ല, ഈ അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടൊരു മകനാണ്, എൻ്റെ പ്രായമുണ്ട്. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും ഒരിക്കൽ കാണാൻ വന്നു. രണ്ടുപേരും നല്ല പ്രായമാണ്. ഞാൻ നോക്കുമ്പോൾ അവരെ നോക്കാൻ ആരുമില്ല. അപ്പം ഞാൻ അപ്പോഴും ചിന്തിച്ചു, ദൈവമേ, ഈ പ്രായമുള്ളവരെ നോക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം അത് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മുമ്പിൽ ആ നീഡ് വരുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരെ ഒത്തിരി കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം തുടങ്ങാം. ഈ അടുത്തിടയ്ക്കാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് എന്നോട് സംസാരിച്ചു. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ ഈ ജോലി ഏൽപ്പിച്ചവനെ പ്രസാദിപ്പിക്കാനുള്ളതിനാൽ പല കാര്യങ്ങളിൽ തലയിടാറില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് ഗുഡല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യം? ഓൾഡ് ഏജ് ഹോം
ഗുഡാണ്. പക്ഷെ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ കൈ പിടിച്ചു, നീ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു അഗതി മന്ദിരങ്ങൾ, പാവപ്പെട്ടവരെ നോക്കുന്ന, അവരെ നീ സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. യു സപ്പോർട്ട് ദം, അവരെ എംപവർ ചെയ്താൽ മതി, അവരെ സഹായിച്ചാൽ മതി. നീ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് കൊടുത്താൽ മതി. ഗുഡല്ലേ? ഇപ്പം ഞാൻ അതിൻ്റെ പുറകെ പോയിരുന്നെങ്കിൽ ഞാൻ ഈ കൺവെൻഷൻ കാണത്തില്ലായിരുന്നു. അപ്പോ ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങളെല്ലാം തന്നെ ദൈവഹിതം ആവണമെന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ നല്ല കാര്യങ്ങളും ദൈവത്തിന്റെ ബെസ്റ്റ് വില്ലാവണമെന്നില്ല. അപ്പൊ അതാണ്, പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പൊ സാത്താൻ ആദ്യം ചെയ്യുന്നതാണ്, ഈ ഡിസ്ട്രാക്ട് ചെയ്യും, മെയിൻ കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരാൾ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കാതിരിക്കാൻ അവൻ എല്ലാ വഴിയും നോക്കും. അതിൻ്റെ ഭാഗമാണ് ബൈബിൾ വായിക്കാൻ സമ്മതിക്കത്തില്ല, പേഴ്സണൽ പ്രയറിന് സമ്മതിക്കത്തില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഡാനിലച്ച ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആത്മീയ കാര്യങ്ങൾ ഒരു പുരോഗതി എന്ന നിലയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കുർബാന അർപ്പിക്കുന്നതല്ല, കുമ്പസാരിപ്പിക്കുന്നതല്ല, വചനം പ്രഘോഷിക്കുന്നതല്ല. ഏറ്റവും ഡിഫിക്കൽട്ട് എന്തെന്നറിയോ? ബൈബിൾ വായിക്കുക, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. ഇത് രണ്ടുമാണ് ഏറ്റവും ഡിഫിക്കൽട്ടായ കാര്യം. കാരണം സാത്താൻ അതിന് സമ്മതിക്കത്തില്ല. കാരണം നമുക്ക് വ്യക്തിപരമായി യേശുവിനോടൊരു ബന്ധം ഉണ്ടാവാൻ സമ്മതിക്കത്തില്ല. അതിന് എല്ലാ വഴികളും നോക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ അങ്ങനെ സാത്താന്റെ രാജ്യം നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും നല്ലതിലേക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമുക്ക് ഉപദേശം നൽകുന്ന കർത്താവ് നമ്മുടെ ഏറ്റവും നല്ലതിലേക്ക് നമ്മളെ ഉപദേശം തന്ന് കൊണ്ടുപോകാതിരിക്കാൻ സാത്താന്റെ സാമ്രാജ്യം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, ലിസൺ, ഇവിടെ വചനം പറഞ്ഞു, ദൈവത്തിന്റെ സർവായുധവും ധരിക്കണം. പറഞ്ഞേ സർവായുധം, പറ. എല്ലാ ആയുധങ്ങളും, പറ, എല്ലാ ആയുധങ്ങളും. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ ചോദ്യം, സാത്താനെതിരെയുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? നിങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാണ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് വെപ്പൺ? യെസ്, അതെല്ലാം ശരിയാണ്. ഒരു വചനം വായിക്കാം. മത്തായി, നമ്മൾ നേരത്തെ വായിച്ചത് മാത്യു 12:28. മാത്യു 12:28. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഉത്തരം പറയുക. പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം പരിശുദ്ധാത്മ അഭിഷേകം. എന്ന് കരങ്ങൾ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞേ. അതായത് ബാക്കി എല്ലാം അതിന്റെ മീൻസാണ്. വിശുദ്ധ കുർബാന, വചനം, ഇതെല്ലാം എഫക്റ്റീവ് ആവുന്നത് ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അയാൾക്കൊരു ആചാരമായിട്ട് നിൽക്കും, ബൈബിൾ അയാൾക്കൊരു വെറും ബുക്കായിട്ട് തോന്നും. അതായത് ഒരാൾ, ഇനി പിശാചിന് ഏറ്റവും കൂടുതൽ ഭയം എന്തിനാണെന്നറിയാമോ? പിശാചിന് ഏറ്റവും കൂടുതൽ പേടി ആരെയാ? പറ. ഈശോയെ പേടിയുണ്ട്, മാതാവിനെ പേടിയുണ്ട്, വിശുദ്ധരെ പേടിയുണ്ട്. എന്നാൽ ഈ മനുഷ്യരിൽ പിശാചിന് പേടിയുള്ളത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? പിശാചിന് ഏറ്റവും കൂടുതൽ ഭയം അഭിഷേകം നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയാണ്. കാരണം ദൈവാത്മാവിനെ കൊണ്ടാണ് ഈശോ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഈശോ പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? ഞാനൊരു ഇല്ലസ്ട്രേഷൻ പറയാം. അതായത് നിങ്ങളെന്നാലോചിച്ച് നോക്ക്, നമുക്ക് ഒത്തിരി പൈശാചിക പീഡകൾ പലയിടങ്ങളിൽ പല രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പല രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. അത് ശരീരത്തിൻ്റെ ക്ഷീണമാവാം, മനസ്സ് ചില സമയത്ത് മടുപ്പിക്കുന്നതാവാം, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ ബ്ലോക്ക് ഉണ്ടാക്കുന്നതാവാം. പല രീതിയിൽ സാധാരണ നമ്മളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ കെട്ടിയിടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഇങ്ങനെ ഒരു ഇല്ലസ്ട്രേഷൻ പറയാം. ഈ പിശാചിനെ എല്ലാം വിവിധ തരത്തിലുള്ള ഡേർട്ടി ക്രീച്ചേഴ്സ് ആയിട്ട് കാണുക. അതായത് ഇവിടുന്ന് ഒരു പാമ്പ് വരുന്നു, ഇവിടുന്ന് ഒരു പഴുതാര വരുന്നു, ഇവിടുന്ന് ഒരു പല്ലി വരുന്നു. ഇതൊന്നും ഡേർട്ടി ക്രീച്ചറാണെന്ന് ഞാൻ പറയുന്നതാണ്. ജന്തു സ്നേഹികൾ എന്നെ എതിർക്കരുത്. ഞാനൊരു ഇലസ്ട്രേഷൻ പറയുകയാണ്. ഇനി ഇവിടുന്ന് ഒരു പന്നി കയറി വരുന്നു, ഇവിടുന്ന് ഒരു കുരങ്ങൻ കയറി വരുന്നു, ഇവിടുന്ന് ഒരു പാമ്പ് കയറി വരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം പിശാചാന്ന് വിചാരിക്കാം, ഇതെല്ലാം ഓരോ ദുരാത്മാക്കളാണെന്ന് വിചാരിക്കുക. അപ്പം ഞാനൊരു ദൈവ മനുഷ്യനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കുറേ പ്രാർത്ഥന ചൊല്ലി ഈ പാമ്പിനെ ഓടിച്ചു. പിന്നെ വേറെ കുറേ പ്രാർത്ഥന ചൊല്ലി ഈ പാമ്പിനെ ഓടിച്ചു.
വേറെ കുറെ പ്രാർത്ഥന ചൊല്ലി ഈ പാമ്പിനെ ഓടിച്ചു, വേറെ ചൊല്ലി ഇവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്ക് ജീവിക്കാൻ സമയം കിട്ടുമോ? കാരണം ഈ പോയ ഒഴിവിലേക്ക് അടുത്ത പിശാച് 7 എണ്ണത്തെയും കൊണ്ട് വന്നിരിക്കും. എളുപ്പം എന്താ? എളുപ്പം ഒരു തീ മേളിൽ നിന്നിറങ്ങിയാൽ ഈ കാട്ടുതീയിൽ ഈ പാമ്പും ചാവും, പല്ലിയും ചാവും, പഴുതാരയും ചാവും, തേളും ചാവും, പന്നിയും ചാവും, എല്ലാ ഡേർട്ടി ക്രീച്ചേഴ്സും ഒറ്റയടിക്ക് ചാവാൻ ഒരു തീ ഇറങ്ങിയാൽ മതി. ഒരു തീ ഇറങ്ങിയാൽ മതി. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി പിശാചിനെ നേരിടുന്നതിന് പകരം നിന്റെ മേൽ ഒരു തീ ഇറങ്ങിയാൽ ഇത് മുഴുവൻ ഒറ്റയടിക്ക് പോവും, ഒറ്റയടിക്ക്. അതുകൊണ്ട് പിശാചിനെ നേരിടാൻ ബാംഗ്ലൂരിലെ ദൈവമക്കൾ അറിയണം, പിശാചിനെ നേരിടാനുള്ള എളുപ്പവഴി പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് അനോയിന്റിങ് ബന്ധനങ്ങളെ പൊട്ടിക്കും. അഭിഷേകം. ഇപ്പൊ നിങ്ങൾ മനസ്സിലായില്ല, ആ കെട്ടഴിയാൻ അങ്ങോട്ട് പോകണ്ട, ഈ കെട്ടഴിയാൻ ഇങ്ങോട്ട് പോകണ്ട, ഈ കെട്ടഴിയാൻ ഇങ്ങോട്ട് പോകണ്ട, ആ അഡിക്ഷൻ മാറാൻ ഇങ്ങോട്ട് പോകണ്ട. ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ സകല ബന്ധനങ്ങളും അഴിയും. അത് ന്യായാധിപന്മാർ 15:14, ജഡ്ജസ് 15:14, ജഡ്ജസ് 15:14. പെട്ടെന്ന് വായിക്ക്. ന്യായാധിപന്മാർ 15:14. അവൻ ലേഹ്യമോ? ലേഹ്യമല്ല, രസായനം എന്നാണ്. അവൻ ലേഹിയിലെത്തിയപ്പോൾ, നിങ്ങൾ ഉറക്കെ വായിക്ക്. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തി. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിന്റെ ആത്മാവ് അതൊക്കെ കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു എന്നും അങ്ങനെ ഉണക്കി വായിച്ച് കളയരുത്. കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അപ്പൊ ഒന്ന് വായിച്ചത്, കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. ജഡ്ജസ് 15:14. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂല് പോലെയായി, കെട്ടുകൾ അറ്റുവീണു. ഹല്ലേലൂയ. See, an anointing will break the bondages instantly. അപ്പൊ തന്നെ കെട്ടഴിയും. ഒരു അഭിഷേകം ഇറങ്ങിയാൽ, ഒരു പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചാൽ പിന്നെ മാസങ്ങളും വർഷങ്ങളും വേണ്ട, അപ്പോൾ തന്നെ കെട്ടുകൾ അഴിയും. അപ്പോൾ തന്നെ കെട്ടുകൾ അഴിയും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നല്ല, എനിക്ക് അവൻ ഇമെയിൽ അയച്ചു. ആ ഇമെയിലിൻ്റെ സബ്ജക്റ്റ് ഇങ്ങനെയാണ്: പ്ലീസ് ഗിവ് മീ യുവർ 30 minutes. എനിക്ക് 30 minutes ഒക്കെ കൊടുക്കാനുണ്ട്. ഞാൻ അങ്ങനെ തിരക്കുള്ള ആളൊന്നും അല്ല, സീരിയസ് ആയിട്ട്. എൻ്റെ മടി കൊണ്ട് ഞാൻ ചിലപ്പോൾ കൊടുക്കാതിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് 30 minutes ഒക്കെ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം അതെന്ന് വെച്ചാൽ, 5 minute ചോദിച്ച ആള് ഇറങ്ങിയത് 5 മണിക്കൂർ കഴിഞ്ഞാൽ, എനിക്ക് 2 minute മതി എന്ന് പറഞ്ഞ ആള് 2 മണിക്കൂർ കഴിഞ്ഞാൽ പോയത്. തള്ളി ഇറക്കാൻ പറ്റത്തില്ലല്ലോ മുറിയുന്ന്. അപ്പൊ ഈ 30 minute ചോദിച്ചവൻ ചിലപ്പോൾ 30 days കഴിഞ്ഞിട്ട്. എൻ്റെ ഭയം അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഫുൾ ഡേ ഫ്രീ കിട്ടട്ടെ എന്നോർത്ത് വെയിറ്റ് ചെയ്തിരുന്നു. ദൂരെ നിന്ന് വരണ ഇയാള് 1 മെയിൽ അയച്ചു, 2 മെയിൽ അയച്ചു, 3 മെയിൽ അയച്ചു, 4 മെയിൽ അയച്ചു, 5 മെയിൽ അയച്ചു. സാധാരണഗതിയിൽ ഇത്രയും നാളത്തെ അനുഭവം, ഇതിനോടകം അവർ ശത്രുക്കളായിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ് പതിവ്. അപ്പോൾ ഇവൻ മാത്രം അസാധാരണമായ പേഷ്യൻസ് ഉള്ളവനായതുകൊണ്ട് അവൻ പിന്നെയും 8, 9, 10 പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ കുറ്റബോധം വരാൻ തുടങ്ങി. കാരണം ഇനി ഇവനെ ഞാൻ കണ്ടില്ലെങ്കിൽ അത് ചാവുദോഷമാവും. അപ്പം അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, ഈ ഡേറ്റ് എന്നെ കാണാൻ വന്നോളാൻ പറഞ്ഞു. അന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ്. ഞാൻ ഓർത്തു എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവനെ കണ്ടിട്ട്, സർവീസ് ഉണ്ട്, എല്ലാം കഴിഞ്ഞ് അവനെ കണ്ടിട്ട് വിടാമെന്ന് ഓർത്തു. പക്ഷെ ഞാൻ മറന്നുപോയൊരു കാര്യം, അന്ന് വൈകുന്നേരം എനിക്ക് തൊട്ടടുത്തൊരു 15 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസമാണെന്ന്. അത് ഞാൻ മറന്നുപോയിരുന്നു. അപ്പോൾ എനിക്ക് ഈ സെക്കൻഡ് സാറ്റർഡേ സർവീസ് റിട്രീറ്റ് സെൻറ്ററിൽ തീർത്തിട്ട് അങ്ങോട്ട് ഓടാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒഴിഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് ആ മൂലയ്ക്ക്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ഇനി വന്നേ, വാ, പ്രാർത്ഥിക്കാനാണോ? വാ, എനിക്ക് പോകണം, ഓടി വാമനെ. അവൻ വന്നിട്ട് പറഞ്ഞു, ഫാദർ ഇന്നാണ് എന്നോട് വരാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ആരാ? ഒരു 30 minute ചോദിച്ചിരുന്നില്ലേ? ദൈവമേ മോനെ, ഞാനത് സത്യത്തിൽ ഇന്നാണ്, അതെനിക്ക് തെറ്റിപ്പോയതാണ്, നീ പോയിട്ട് വേറൊരു ദിവസം വരാമോ? അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ എന്തോരം ദൂരെ നിന്നാണ് വരുന്നതെന്നറിയാം. ഇനിയിപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല,
ഇവനെ കാണുക എന്നുള്ളതല്ലാതെ. ഇപ്പം ഈ ടീം അംഗങ്ങളെല്ലാം നേരത്തെ പോയി കഴിഞ്ഞു. അപ്പോൾ അവർ പാട്ടൊക്കെ പാടിയും പ്രാർത്ഥിച്ചുമൊക്കെ ഇരുന്നോളും. ഞാൻ ഇത്തിരി 10 മിനിറ്റ് ലേറ്റ് ആയല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, നീ വേഗം പാ. ഞാൻ വേഗം അവനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കസേരയിട്ട് ഇരുത്തി ഞാൻ ഇരുന്നു. നീ വേഗം പറയണമെന്ന് പറഞ്ഞു. വേഗം പറയണം. അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛനോട് ചോദിച്ചാണ് 30 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞു പോയില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ പറയാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സത്യമായി ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ധ്യാനം അരമണിക്കൂർ താമസിച്ചാലും വേണ്ടില്ല, ഇവൻ പറഞ്ഞു നിർത്തല്ലേ എന്ന്. എന്താ കാര്യമെന്ന് ഞാൻ പറയാം. ഇവൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇവൻ ഹാർഡ് കോർ സെക്ഷുവൽ സെൻസിൻ്റെ അടിമയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിധത്തിൽ ഇവനൊരു പ്രത്യേക രോഗം പോലാണിത്. 14 തവണ മാസ്റ്റർബേറ്റ് ചെയ്യാൻ അലാം വെച്ച് എഴുന്നേറ്റിരുന്ന് പാപം ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് രോഗമാണ്. അത് രോഗം. ദാറ്റ് ഇസ് നോട്ട് നോർമൽ. ഒരാൾക്ക് അങ്ങനെ ഒരു തെറ്റ് വന്നു പോകുന്നതല്ല. ഇവൻ ഇൻറ്റൻഷണലായിട്ട് ഇവൻ അലാം വെച്ച് ഉറങ്ങിപ്പോവാതെ അങ്ങനെ അവൻ എന്നോട് പറയാണ്. ഇത് മാത്രമല്ല, സൈബർ ക്രൈമുകളുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസായിട്ടുണ്ട്. ഒത്തിരി ഡ്രഗ് യൂസ് ഉണ്ട്, ആൽക്കഹോളിസം ഉണ്ട്. ഭയങ്കരമായ തിന്മകളുടെ പിടിയിലാണ്. അവൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ പറയുന്ന ഓരോ പ്രസംഗവും കേട്ട് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ അച്ഛൻ എന്തെല്ലാം വഴികൾ പറഞ്ഞു തന്നോ അത് മുഴുവൻ ഞാൻ ചെയ്തു, ഞാൻ രക്ഷപ്പെട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവൻ പറഞ്ഞു നിർത്തല്ലേ എന്ന്. കാരണം ഇവൻ പറഞ്ഞു നിർത്തിയാൽ ഇനി ഞാനിവന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? എൻ്റെ കയ്യിലുള്ള മുഴുവൻ സൊല്യൂഷനും അവൻ അപ്ലൈ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ സത്യമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആലോചിക്കാൻ ഗ്യാപ്പ് തരണേ. ഇവൻ പറയാണ്, ഇവൻ അങ്ങനെ ആ തിന്മയ്ക്ക് അടിമയായിട്ട് ഒത്തിരി അവൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം, ധ്യാനം, പ്രാർത്ഥന എല്ലാം ചെയ്തു. അച്ഛാ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കിയത്. ഞാൻ വീണു പോകുമ്പോഴെല്ലാം കരഞ്ഞും പ്രാർത്ഥിച്ചും എന്നെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചത് എൻ്റെ അമ്മയായിരുന്നു. അമ്മയും മരിച്ചുപോയി. അമ്മയുടെ ശവക്കല്ലറയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഞാൻ, ഇനി എന്നെ ആരുണ്ട് മനസ്സിലാക്കാൻ? കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. എല്ലാ അർത്ഥത്തിലും കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക് ഒരു വിഷമവും ബാധ്യതയാവുന്ന ആളാണ്. അങ്ങനെ ആരുമില്ല, ഇനി അമ്മയില്ല. അങ്ങനെ കരഞ്ഞ് തളർന്ന് അവൻ പറയുകയാണ്, അച്ഛാ ഞാനിങ്ങനെ വിഷമിച്ച് ആ പള്ളി ഞാൻ ഇരിക്കുകയാണ്. അവൻ വാച്ചേ നോക്കിയിട്ട് പറഞ്ഞു 28 മിനിറ്റായി. ഞാൻ പറഞ്ഞു 30 മിനിറ്റ് നീ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പറയണ്ടേ? എനിക്ക് പോകണ്ടേ? അവൻ പറഞ്ഞു അച്ഛനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അച്ഛനൊന്നും പറയണ്ട, ഇത് കേട്ടാൽ മതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ എന്നോട് പറയുകയാണ്, അച്ഛാ അങ്ങനെ ആ പള്ളിയിൽ കരഞ്ഞ് ഞാനിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ ഇനി അമ്മയില്ല, ഞാൻ എന്നാ ചെയ്യും? ഞാൻ ഈ തിന്മയ്ക്ക് അടിമപ്പെട്ട് ഞാൻ മരിക്കും, ഞാൻ എന്തു ചെയ്യും? അപ്പൊ തോളിൽ ആരോ തൊടുന്നു. നോക്കുമ്പോൾ ഒരച്ഛൻ. എന്തിനാണ് അവനെ കരയുന്നത്? അപ്പൊ പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛാ. അച്ഛൻ പറഞ്ഞു, നീ ഒരുങ്ങിക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛൻ വന്നു. കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുപോയി. തോരാത്ത കണ്ണീര് അവിടെ ഇങ്ങനെ മഴ പോലെ പെയ്തിറങ്ങി. സങ്കടമെല്ലാം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ഒത്തിരി തവണ ഇതെല്ലാം പറഞ്ഞ് കുമ്പസാരിച്ചതാന്ന് പറഞ്ഞു. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛാ, ഇപ്പം അമ്മയില്ലാതായി. ഞാനിനി എങ്ങോട്ട് പോവും? ഞാനിനി എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞു, വിഷമിക്കേണ്ട മക്കളെ, കർത്താവ് സഹായിക്കും. നീ കുമ്പസാരം കഴിഞ്ഞ് ഇച്ചിരി ഇരുന്ന് പ്രാർത്ഥിക്ക്, ഈശോ സഹായിക്കും. അച്ഛൻ അവന് പാമോചനം കൊടുത്തു. അവൻ ആ പള്ളി മാറിയിരുന്ന് അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കിനി ഒരു വഴിയിൽ എന്നെ കൈവിട്ട് കളയല്ലേ എന്ന് പറഞ്ഞു. അവൻ പറയുകയാണ്, ആ ദേവാലയത്തിൽ വെച്ച് ദൈവത്തിൻ്റെ അഗ്നി എൻ്റെ മേൽ ഇറങ്ങി വന്നു. ഞാൻ ഈ ബന്ധനത്തിൽ നിന്ന് എന്നേക്കുമായി എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. സമയം 30 മിനിറ്റ്. അവൻ പറഞ്ഞു, അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇത് പറയാനാണോ? നീ ഇത് എഴുതി? അവൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ ഏതെല്ലാ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതാണ്. എല്ലായിടത്തും പറയണം, യേശുവിന് രക്ഷിക്കാൻ കഴിയാത്തതായി ഈ ലോകത്തിൽ ഒരു തിന്മയുമില്ലെന്ന് പറയാൻ. ഞാൻ അച്ഛനെ കണ്ടിട്ട് ഇത് നേരിട്ട് പറയാൻ ഞാൻ പറഞ്ഞേ ഹല്ലേലൂയാ.
ഇപ്പോഴും അവൻ്റെ മെയിൽ എനിക്ക് വരാറുണ്ട്. അവൻ്റെ മെയിൽ അവൻ പറയാം, അച്ഛാ ഞാൻ ഒരു ബാറിന്റെ മുമ്പിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, എൻ്റെ ഓഫീസ്. ആ ബാർ എന്നെ ആകർഷിക്കുന്നതേ ഇല്ല, ഡ്രഗ് എന്നെ ആകർഷിക്കുന്നതേ ഇല്ല, സെക്ഷുവൽ സെൻസ് എന്നെ ആകർഷിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഒരു തീ ഇറങ്ങിയാൽ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഒരു തീ ഇറങ്ങിയാൽ അതിനകത്ത് പാമ്പും പഴുതാരയും തേളും പന്നിയും എല്ലാം ഒന്നിച്ച് കത്തിയൊടുങ്ങും ഒരു തീ ഇറങ്ങിയാൽ. അതുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കണം, ദൈവമേ, ഐ നീഡ് യുവർ ഫയർ, ഐ നീഡ് യുവർ ഫയർ, ഐ നീഡ് ടു ബി അനോയിന്റഡ് ആൻഡ് എംപവർഡ് ബൈ ദ ഫയർ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഹെവൻ. ദൈവമേ, ഏലിയ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഏലിയ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ പറയാ? ദൈവമേ, അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം, എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് അങ്ങിലേക്ക് തിരികെ വിളിക്കുന്നു. ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങ് കൽപ്പിച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത് എന്ന് ബാലിന്റെ 400 പ്രവാചകന്മാരും അശേരായുടെ 450 പ്രവാചകന്മാരും ഇസ്രായേല് കണി കണ്ട ഏറ്റവും നരാധമൻ, ക്രൂരൻ, അധമൻ, നീചൻ, നിന്ദ്യനായ രാജാവ് ആഹാബും അവന്റെ നെറുകെട്ട ഭാര്യ ജസബലും എന്നെ എതിർക്കുന്ന സകല അന്ധവിശ്വാസത്തിന്റെ, വിഗ്രഹാരാധനയുടെ, ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ക്ഷുദ്രത്തിന്റെ, കൂടോത്രത്തിന്റെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നീ ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയേണ്ടതിന് നിന്റെ തീ ഇറങ്ങി വരണമേ എന്ന് ഏലിയ പ്രാർത്ഥിച്ചപ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ അഗ്നി ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. ബൈബിൾ ഒരു കെട്ടുകഥയല്ല, ബൈബിൾ ആരോ തങ്ങളുടെ സ്വകാര്യ നേരങ്ങളിൽ മനഞ്ഞുണ്ടാക്കിയ ഭാവന കൽപ്പിത കഥയല്ല, വിഭ്രമമല്ല, ആരുടെയോ ഭാവനാവിലാസമല്ല. ഇത് എഴുതപ്പെട്ട വചന സത്യമാണ്. ഇന്ന് ഇവിടെ ഈ 31-ാം തീയതി സന്ധ്യയ്ക്ക് നീ ദൈവത്തെ വിളിച്ചാൽ ഈ ധർമാരാമിന്റെ ക്യാമ്പസിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് യാതൊരു സംശയമില്ല. ഇന്നൊരു 31-ാം തീയതി അല്ലേ, ഞാൻ കാനഡയിൽ സ്കാബറോ എന്ന് പറയുന്നൊരു സ്ഥലത്ത് യൂത്തിന് ഒരു ധ്യാനം നടത്തുകയാണ്. അപ്പോൾ ആ ധ്യാനം നടത്തുമ്പോൾ പള്ളി നിറച്ച്, ആ പള്ളിയിലെ സിറോ മലബാർ പള്ളി മുഴുവൻ ചെറുപ്പക്കാർ നിറഞ്ഞിരിക്കുകയാണ്. 3 ദിവസത്തെ ധ്യാനം. ഇതുപോലെ 3-ാമത്തെ ദിവസം എനിക്ക് 5 മണിക്ക് അവിടുന്ന് എയർപോർട്ടിലേക്ക് പോയാലേ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. തിരിച്ചു വന്നിട്ട് ഉടനെ എനിക്ക് അടുത്ത ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ എല്ലാം കൃത്യമായിട്ട് കണക്ക് കൂട്ടി. 4 മണിയാവുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. വേഗം മുറിയിലേക്ക് പോയി വേഷമെല്ലാം മാറി പെട്ടിയെല്ലാം അടുക്കി പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ പോൾസൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് 2 മണിക്ക് അഭിഷേക ആരാധന, 2 മണിക്കൂർ ആരാധന, അത് കഴിഞ്ഞ് നമുക്ക് പോവാം. അപ്പം ഞാൻ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരിശുദ്ധാത്മാഭിഷേകം, പ്രാർത്ഥിച്ചൊരുങ്ങിക്കോണം. 11 മണിയായപ്പോൾ ഈ പള്ളിക്കകത്ത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നിറയാൻ തുടങ്ങി. 11 മണി. അപ്പം ഞാൻ പോൾസൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, 2 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, ഹോളി സ്പിരിറ്റ് ഈസ് ഓൾറെഡി ഹിയർ റൈറ്റ് നൗ. ഇനി ഇത് നമ്മൾ വെച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ അനോയിൻറ്റിങ് 10 മിനിറ്റ് കഴിഞ്ഞുണ്ടാവണമെന്നില്ല. ഇപ്പം ആരാധന തുടങ്ങാം. അപ്പോൾ അവിടെയുള്ള വോളണ്ടിയേഴ്സ് എന്നോടൊരു പ്രശ്നം പറഞ്ഞു, വെച്ചാൽ നല്ല ചൂടുള്ള ബിരിയാണിയാണ് ഉച്ചയ്ക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പോണത്. അത് ദൂര സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി നല്ല അലൂമിനിയം ഫോയിലൊക്കെ ഇട്ട് പൊതിഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിപ്പോൾ 11 മണിക്ക് തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് എന്നോട് ചോദിച്ച ആരാധന തീരാൻ, ഞാൻ പറഞ്ഞു 4 മണിയാവും, അപ്പോഴേക്കും അത് വളിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാൻ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ബിരിയാണി വേണോ ഹോളി സ്പിരിറ്റിന് വേണോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബിരിയാണി വേണ്ട, പരിശുദ്ധാത്മാവ് മതി. അങ്ങനെയാണെങ്കിൽ ബിരിയാണി നമുക്ക് തോട്ടിക്കളയാന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, ആരാധന തുടങ്ങാതെ 11:30 ആരാധന തുടങ്ങി. 11:30 ടൈം ടേബിൾ അനുസരിച്ച് 2 മണിക്കാണ്, ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ്. 11:30 ആരാധന തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അനോയിൻറ്റിങ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് ആ ചെറുപ്പക്കാർ പരിശുദ്ധാത്മാവിനെ, അതായത് ഡ്രിങ്കിങ് ദ സ്പിരിറ്റ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണ്. ഡ്രിങ്കിങ് ദ സ്പിരിറ്റ്, അതായത് ഈ വെള്ളം കുടിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ കുടിച്ച് കള്ള് കുടിച്ച പോലെ വെളിവില്ലാതാവും. വലിയ തടിമാടന്മാർ ബോധം കെട്ട് കിടക്കാണ്. ആളുകൾ ഭാഷാവരത്തിൽ 9 ഭാഷ ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് സംസാരിച്ചു. ദിവ്യാരണത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ബോധം കെട്ട് വന്ന് കിടക്കാണ്. ഇതെല്ലാം അവസാനം വന്ന് സാക്ഷി പറയുകയാണ് എന്താ സംഭവിച്ചതെന്ന്. ബൈബിള് വലിച്ചു കീറി കളഞ്ഞ പെൺകുട്ടി
കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ ഞാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തി, യേശുവിന് വേണ്ടി ജീവിക്കാൻ പറയാം. അസാധാരണമായ ദൈവത്തിൻ്റെ അസാധാരണമായ ഫിസിക്കൽ പ്രസൻസ് മൂവിങ് ഉണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഭയങ്കരമായ ദൈവത്തിൻ്റെ ഇടപെടൽ. പറഞ്ഞേ ഹല്ലേലൂയ. ഇരിങ്ങാലക്കുട രൂപതക്കാരനെ ഒരു അച്ഛനായിരുന്നു അവിടുത്തെ വികാരി അച്ഛൻ. ആ അച്ഛൻ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട്, അനിലച്ചാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരെ തൊടുവെന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ബൈബിളിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമോ? പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നല്ല, ഒരു 100 അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇഫ് യു ആർ റെഡി ടു റിസീവ്, ദ സ്പിരിറ്റ് ഈസ് ഹിയർ. പറഞ്ഞേ ഹല്ലേലൂയ. അത് ഞാനൊരു കാര്യം പറയട്ടെ, വേറൊരു കാര്യം പറയട്ടെ. പെന്തക്കോസ്താദിന് സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. ശ്രദ്ധിച്ചേ, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉണ്ടായി. ലിസൺ ലിസൺ ലിസൺ. കൊടുങ്കാറ്റ് ആദ്യം രൂപപ്പെടുമ്പോൾ കൊടുങ്കാറ്റല്ല, ഇളം കാറ്റാണ്. ലിസൺ ടു മീ കെയർഫുള്ളി. കൊടുങ്കാറ്റ് ആദ്യം തുടങ്ങുമ്പോൾ, വെൻ ഇറ്റ് ബിഗിൻസ്, ഇറ്റ്സ് നോട്ട് കൊടുങ്കാറ്റ്, അത് ഇളം കാറ്റാണ്. ജെറുസലേമിൻ്റെ ആകാശത്ത് ഈ കാറ്റ് പതുക്കെ പതുക്കെ രൂപപ്പെട്ടു. ജെറുസലേമിൻ്റെ ആകാശത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏലി ഏലി ലമാ സബക്താനി എന്ന് പുത്രൻ ദിഗന്ധങ്ങളെ നടുങ്ങുന്ന നിലവിളി അലറിക്കരഞ്ഞ് നിലവിളിച്ച് കരഞ്ഞപ്പോ ആ പുത്രന്റെ ദീനരോദനം അലിഞ്ഞു ചേർന്നൊരാകാശമായിരുന്നു അത്. പുത്രന്റെ ചോരയുടെ ഗന്ധം ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ടില്ല. യേശുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്നൊരു നഗരമാണത്. ആ നഗരത്തിൽ ആത്മാവിൻ്റെ കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെയും മെനഞ്ഞാന്ന് നിങ്ങളോട് പറഞ്ഞത് എമ്മാനുവേലിനെ കുറിച്ചാണ്. എമ്മാനുവേലിൻ്റെ സ്മരണ ഒരു കൂടാരത്തിൽ ഉയർത്തപ്പെട്ടാൽ ആ കൂടാരത്തിന് മുകളിൽ നിശ്ചയമായും ഒരു കാറ്റ് രൂപപ്പെടും. ആ കാറ്റ് ധർമാരാമിൻ്റെ മുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ കാറ്റ് ഈ ആലയത്തിന് മുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ജെറുസലേമിന്റെ ആകാശത്ത് ആ അനന്തനീലിമയിൽ രൂപപ്പെട്ട ആ കാറ്റ് ഹെറോദിന്റെ കൊട്ടാരത്തിലേക്ക് അടിച്ചു കയറിയില്ല. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലേക്ക് അടിച്ചു കയറിയില്ല. പ്രധാന പുരോഹിതന്റെയും മറ്റ് പുരോഹിതന്മാരുടെയും കൊട്ടാരങ്ങളും വീടുകളും കൊത്തളങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അതിനകത്തേക്ക് കാറ്റടിച്ചു കയറിയില്ല. പ്രമാണിമാരുടെ പ്രഗത്ഭന്മാരുടെ മുറികളിലേക്ക്, പണ്ഡിതന്മാരുടെ മുറികളിലേക്ക് ഈ കാറ്റടിച്ചു കയറിയില്ല. ഈ കാറ്റ് ഒരു ജാലകം തുറന്നിട്ട് 120 ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയെ നടുക്കിരുത്തി ഈശോ പറഞ്ഞ വാഗ്ദാനത്തെ ഹൃദയത്തിൽ ആവാഹിച്ച് പ്രതീക്ഷയോടെ മിഴികൾ ആകാശത്തിലേക്ക് നട്ട് പ്രാർത്ഥിച്ച് ഏകമനസ്സോടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഈശോ പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുത് എന്ന് പറഞ്ഞ അനുശാസനം, ആജ്ഞ, അന്ത്യകൽപ്പന സ്വീകരിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഈ അപ്പസ്തോലന്മാരും പരിശുദ്ധ കന്യകാമാതാവിന്റെ നേതൃത്വത്തിൽ ഈ ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, ശ്രദ്ധിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ദാഹിച്ചുകൊണ്ടിരുന്ന, കാത്തിരുന്ന ഒരു വീടിനകത്തേക്ക് മാത്രമാണ് ഈ കൊടുങ്കാറ്റാഞ്ഞടിച്ചത്. ഹല്ലേലൂയാ. അതുകൊണ്ട് ദാഹിക്കുന്നവന്റെ വീടിനകത്തേക്ക് ഈ ആകാശത്ത് രൂപപ്പെട്ട കാറ്റ് അടിച്ചു കയറും. ദാഹിക്കണം, കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് കെട്ടുകഥയല്ല. ഇന്നുവരെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഒരു കാര്യം പറയും, ഇന്നുവരെ ഇല്ലാത്തൊരു കാര്യം ഈ വചനവേദിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ബോധ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. നടക്കാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതായത് അത്ര എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഡാനിയേലച്ചന് ഇവിടെ നിപ്പില്ല എന്ന് വേണേ വിശ്വസിച്ചോ, പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ മേൽ വീശി അടിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ഇവിടെ ഇല്ലായിരിക്കും, അത് നിങ്ങൾ വിശ്വസിച്ചോ, പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ദാഹിക്കുന്നവന്റെ മേൽ ഈ ആത്മാവ് ആഞ്ഞടിക്കും. അപ്പൊ അതുകൊണ്ട് ആത്മാവ് ആഞ്ഞടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, സകല ബന്ധനങ്ങളും പൊട്ടും. അതുകൊണ്ട് പിശാചിനെതിരെ ഏറ്റവും ശക്തമായ ആയുധം
പരിശുദ്ധാത്മ അഭിഷേകമാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ ആ വ്യക്തിയുടെ മേൽ വലിയ മാറ്റം ഉണ്ടാവും. എന്നോട് കഴിഞ്ഞ പ്രാവശ്യത്തെ ധ്യാനം കൂടി ഒരു അമ്മ എനിക്ക് ഒരു കത്ത് കൊടുത്തു വിട്ടു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, ഞാൻ 6 പേരാണ് ഞങ്ങൾ ധ്യാനത്തിന് ബുക്ക് ചെയ്തത്, പക്ഷേ 5 പേരും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് കൂട്ടിന് വേണ്ടി ആരെ വിളിക്കുമെന്ന് നോക്കിയാൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത, പള്ളിയിലൊന്നും വലിയ പ്രാർത്ഥനയ്ക്കൊന്നും കാണാത്ത ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞാൻ വരത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഞാൻ ചോദിച്ചു, നീ വരുന്നോ? ഞാൻ ഇങ്ങനെ പോവാണ് ധ്യാനത്തിന്. അവള് പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ മൊരഞ്ഞ് മടുത്തിരിക്കുകയാണ്, ഞാനും വരാമെന്ന് പറഞ്ഞു. അവിടെ കുഴപ്പമില്ല, നിനക്ക് നീ അവിടെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നൊക്കെ 5 ദിവസം എൻ്റെ കൂട്ടി ഇരുന്നാൽ മതി, കൂട്ടിന് വന്നാൽ മതി. അങ്ങനെ വന്നതാ ഈ പെങ്കൊച്ചു. അവൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഈ അമ്മ എനിക്ക് എഴുതി അയച്ചിരിക്കുന്നു, അച്ഛാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെക്കാളും മാറ്റം വന്നത് ആ പെൺകുട്ടിക്കാണ്. പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ സന്ധ്യയിൽ അവളെ ദൈവാത്മാവ് മേൽകീഴ് മറിച്ചു. അവൾ പോകുന്ന വഴിക്കെല്ലാം കണ്ണുനീരോടെ യേശുവിനെ ആരാധിച്ചുകൊണ്ട് പോകുന്നതെല്ലാം പറയൂ, ഞാൻ വന്നില്ല, നഷ്ടമായിരുന്നു, ദൈവമേ എന്നെ കർത്താവ് തൊട്ടു. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1000 അനുഭവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സമയത്ത്, കർത്താവേ, നമ്മൾ ഒരഗ്നി ഇറങ്ങുന്നതിനെ കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. ഒരഗ്നി ഇറങ്ങണം പ്രിയപ്പെട്ടവർ, ഒരഗ്നി ഇറങ്ങണം. നമുക്ക് വേറെ നമ്മുടെ മുമ്പിൽ വേറെ ഒരു ഓപ്ഷനും നമ്മൾ വെക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ നമ്മൾക്കിനി വേറെ മറ്റൊരു കാര്യവും നമ്മൾ പറയുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ അഗ്നി നമ്മുടെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹിക്കണം. ഇരിക്കാവോ? ദാഹിക്കണം. ആരെയും ശ്രദ്ധിക്കണ്ട, ആരെയും നോക്കണ്ട. സ്വസ്ഥാനങ്ങളിലിരുന്നോ. ഹല്ലേലൂയ. നിങ്ങൾ ആരെയും ശ്രദ്ധിക്കണ്ട. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അത് ഓക്കെ. ഇങ്ങോട്ട് നോക്കിയോ, എന്നെ നോക്കിയോ. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ആത്മാവിന് വേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതാണ് പറയാം. അപ്പം നമുക്കിനി ഈ അഗ്നി ഇറങ്ങിയ ഒരനുഭവത്തിലേക്ക് വേഗം നമ്മൾ പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങളിലൂടെ വേഗം നമ്മളൊരു യാത്ര പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങൾ. സാവധാനം നമ്മൾ ചില ആത്മീയ സത്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. ഈ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. യാക്കോബിൻ്റെ 12 മക്കള് ജോസഫ് ക്ഷണിച്ചതനുസരിച്ച് ഈജിപ്തിലേക്ക് എത്തി. എക്സോഡസ് ചാപ്റ്റർ 1, 2 and 3. യാക്കോബിൻ്റെ 12 മക്കൾ ജോസഫ് ക്ഷണിച്ചതനുസരിച്ച് യാക്കോബിൻ്റെ 11 മക്കളും യാക്കോബും ഈജിപ്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞ് അവർ വലിയ ഒരു ഗണം മനുഷ്യരായി പെരുകി. അവരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ വന്നു. പറയാവോ? ജോസഫിനെ അറിയാത്ത ഫറവോ. അങ്ങനെയാണ് ബൈബിളിൽ. ജോസഫിനെ അറിയാത്ത ഫറവോ. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, അതെന്നാ ജോസഫിനെ ഈ ഫറവോ അറിയാതെ പോയത്. ചരിത്രം എഴുതി വെക്കുന്നതിൽ പ്രാവീണ്യമുണ്ടായിരുന്നൊരു ജനതയാണ് ഈജിപ്തുകാർ. ഈജിപ്തിലെ നിയമസംഹിതകളും ഒക്കെ പുരാതന കാലത്ത് ഉണ്ടായിരുന്ന അവരുടെ നിയമസംഹിതകളുമൊക്കെ എഴുതി സൂക്ഷിച്ചൊരു ജനമാണിത്. ചരിത്രം എഴുതുന്നതിൽ നിപുണരായിരുന്നൊരു ജനത. ഇത്രയും വലിയൊരു കാര്യം ആ ദേശത്ത് ചെയ്ത ജോസഫിനെ കുറിച്ച് അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ സംഭവിച്ചത് ഇതാണ്. 400 വർഷം, 400 years, 400 വർഷം ഈ ജനത യാക്കോബ് ആരാധിച്ചിരുന്ന തങ്ങളുടെ ദൈവത്തെ മറന്നുപോയി. കേൾക്കുന്നുണ്ടോ? മറന്നുപോയി. എങ്ങനെ മറന്നുപോയേ? അവര് കാനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കഴിക്കുന്നത് ഈജിപ്തുകാരുടെ ഭക്ഷണം, ധരിക്കുന്നത് ഈജിപ്തുകാർ ധരിക്കുന്നത് പോലത്തെ വസ്ത്രം, ആഘോഷങ്ങൾ ഈജിപ്തുകാരുടെ ആഘോഷങ്ങൾ പോലെ, കൾച്ചർ ഈജിപ്തിൻ്റെ കൾച്ചർ, പിള്ളേരെ സ്കൂളിൽ വിടുന്നത് ഈജിപ്തിലെ സ്കൂളിൽ, മക്കൾ വളരുന്നത് ഈജിപ്തുകാരുടെ കൂടെ, മക്കൾ പഠിക്കുന്നത് ഈജിപ്തുകാരുടെ പാഠശാലകളിൽ. ചുരുക്കത്തിൽ
കഴിച്ച ഭക്ഷണവും കുടിച്ച വെള്ളവും ധരിച്ച വസ്ത്രവും ശീലിച്ച ശീലങ്ങളും ഈജിപ്തിൻ്റെതായി മാറിയപ്പോൾ, കേൾക്കുന്നുണ്ടോ? ഈജിപ്തിൻ്റെതായി മാറിയപ്പോൾ ജന്മം കൊണ്ട് യഹൂദനായിരുന്നെങ്കിലും ജീവിതം കൊണ്ട് അവർ ഈജിപ്തുകാരായി മാറുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ മറന്നുപോവുകയും ചെയ്തു. 400 വർഷം, 10 കൊല്ലം വേണ്ടല്ലോ മറക്കാൻ. മൈഗ്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോയിട്ട് 15 കൊല്ലം വേണ്ടല്ലോ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ മറക്കാൻ, ശീലങ്ങൾ മറക്കാൻ, അല്ലേ? എന്നോടൊരാൾ പറഞ്ഞു, ഒരു വിമാനം കയറി 15 മണിക്കൂർ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ നാട്ടിലെ കൾച്ചറല്ല അച്ഛാന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഈ നാട്ടിലെ കൾച്ചറും പ്രസംഗിച്ചുകൊണ്ടിരിക്കണ്ട, ഞങ്ങൾക്ക് വേറെ കൾച്ചറാന്ന് പറഞ്ഞു. ഈ ഒരു വിമാനം കയറി 15 മണിക്കൂർ കഴിയുമ്പോൾ വേറെ കൾച്ചറാന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാം ഒന്നും ഒരുപോലൊന്നും അല്ലെന്ന് പറഞ്ഞു കൾച്ചർ. അപ്പോൾ സമ്പൂർണമായി കാഴ്ചപ്പാടിലും ജീവിത രീതിയിലും പെരുമാറ്റത്തിലും വേഷവിധാനത്തിലുമെല്ലാം ഈജിപ്തുകാരായി മാറിക്കഴിഞ്ഞപ്പോൾ, കേൾക്കുന്നുണ്ടോ, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ മറന്നുപോയി. കേൾക്കണേ, ഇസ്രായേൽ ദൈവത്തെ മറന്നപ്പോൾ ഇസ്രായേലിനെ അറിയാത്ത ഒരു രാജാവ് ഭരണത്തിലെത്തി. കേട്ടോ ഞാൻ പറഞ്ഞ എന്താന്ന്? ദൈവജനം തങ്ങളുടെ ദൈവത്തെ മറന്നപ്പോൾ, ദൈവജനത്തിന് ദൈവത്തെ അറിയാതായപ്പോ അവരെ അറിയാത്തൊരു രാജാവ് ഭരണകൂടത്തിലെത്തി. അയാൾ പീഡനം ആരംഭിച്ചു. ഇവരെണ്ണത്തി പെരുകി തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് കണ്ട് അയാൾ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. റാംസേസ്, പിത്തോം എന്നീ 2 നഗരങ്ങൾ നിർമ്മിക്കുന്നതിന് യഹൂദന്മാരെ അടിമകളായി ഉപയോഗിച്ചു. ഇഷ്ടികച്ചൂളയിൽ പണിയെടുക്കാനായിരുന്നു അവർക്ക് നൽകപ്പെട്ട രാജശാസന. അങ്ങനെ പകലന്തിയോളം ഇഷ്ടികച്ചൂളകളിൽ ഉഷ്ണച്ചൂടിൽ വേനലിലും വറുതിയിലും പണിയെടുത്ത് ഈ ജനം നശിക്കുമെന്ന് അയാൾ കരുതി. എന്നാൽ പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അയാൾ മറ്റൊരു തന്ത്രം ആവിഷ്കരിച്ചു. ഇസ്രായേലിലെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അതിലെ ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയാൻ അയാൾ ആവശ്യപ്പെട്ടു. സൂതി കർമ്മിണികൾ 2 പേരെ അയാൾ നിയോഗിച്ചു. ഈ വയറ്റാട്ടിമാർ ചെന്നിട്ട് ഒന്നുകിൽ ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ ഈ കുഞ്ഞിനെ കൊല്ലണം, അല്ലെങ്കിൽ അതിനെ നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. അപ്പൊ ഇവരിതിന് തയ്യാറാവാതെ വന്നപ്പോൾ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ പട്ടാളക്കാരെ വിടാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേലിലെ ആൺകുട്ടികളെല്ലാം കൊല്ലപ്പെടുമ്പോൾ, പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ ഇസ്രായേൽ യഹൂദ പുരുഷന്മാരില്ലാതാവുമ്പോൾ, ഇസ്രായേൽ പെൺകുട്ടികൾ ഈജിപ്തിലെ ആണുങ്ങളെ കല്യാണം കഴിച്ച് ഇസ്രായേൽക്കാരുടെ സമ്പത്ത് മുഴുവൻ ഈജിപ്തിൻ്റെതായി നിലനിൽക്കും എന്നതായിരുന്നു ഫറവോ ആവിഷ്കരിച്ച തന്ത്രം. കേൾക്കുന്നുണ്ടോ? നൈൽ നദിയിലേക്ക് കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലാൻ രാജശാസനം നിലനിന്ന ഒരു കാലത്ത്, അധ്യായം 2 1-ാമത്തെ വാക്യം, അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. മോശ വിക്കനായിരുന്നതിൻ്റെ കാരണം പറയുന്നത്, ഈ കൊച്ചു കരയാതിരിക്കാൻ വേണ്ടി 3 മാസം പട്ടാളക്കാരുടെ നിഴലനക്കമെങ്കിലും വീടിൻ്റെ വാതിൽക്കലുണ്ടെന്നറിഞ്ഞാൽ വാവുത്തിപ്പിടിച്ച് ഉരിയാടാനും മിണ്ടാനും ഈ കൊച്ചു മറന്നുപോയി ഇവൻ വിക്കനായി തീർന്നു എന്നൊരു പാരമ്പര്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 3 മാസം ഇങ്ങനെ വാവുത്തിപ്പിടിച്ച് വളർത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അങ്ങനെ ഒളിപ്പിച്ച് വളർത്തുക ദുഷ്കരമായപ്പോ ഈ അമ്മ ഈ കുഞ്ഞിനെ ഞാങ്ങണ കൊണ്ടൊരു പേടകമുണ്ടാക്കി അതിൽ കീലും ടാറും തേച്ച് വെള്ളം കയറാത്തതുപോലെ ആക്കിയിട്ട് കുഞ്ഞിനെ അതിനകത്ത് കിടത്തി കുഞ്ഞിന് ശ്വസിക്കാനുള്ള ചെറിയ ദ്വാരങ്ങളും ഇട്ട് അതിനെ നൈൽ നദിയിൽ ഫറവോയുടെ മകൾ രാജകുമാരി കുളിക്കാനെത്തുന്ന ആ കുളിക്കടവിന് സമീപം ആ ഞാങ്ങണ ചെടികൾക്കിടയിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ വെച്ചു. നീരാട്ടിനിറങ്ങിയ രാജകുമാരി ഞാങ്ങണകൾക്കിടയിൽ എന്തോ ഒന്ന് ഈ വെയിലനക്കത്തിൽ വെട്ടിത്തിളങ്ങുന്നത് കണ്ടപ്പോൾ തോഴിമാരെ അയച്ച് എന്താണെന്ന് പരിശോധിക്കാൻ അയച്ചപ്പോൾ അവര് പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാ ഈ ഞാങ്ങണക്കകത്ത് ഒരു ഓമനത്വം തുളുമ്പുന്ന ഒരു ഹെബ്രായ ആൺകുട്ടി. അതിനെ ഈ രാജകുമാരി നോക്കിയപ്പോൾ മോശയുടെ ആ ഓമനത്വം തുളുമ്പുന്ന ആ കുഞ്ഞു മുഖം അവളെ
ആകർഷിക്കുകയും അവൾ ആ കുഞ്ഞിനെ സ്വന്തം മകനായി വളർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ കുട്ടിയുടെ പെങ്ങള്, മൂത്ത സഹോദരി, മോശയുടെ മൂത്ത സഹോദരി മിരിയാം എന്ത് സംഭവിക്കും എന്ന് കാണാൻ ദൂരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. വായിക്കാം, വാക്യം 4, എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സ് 4. അവന് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാത്തു നിന്നിരുന്നു. ലിസൺ, ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. പെങ്ങള് ദൂരെ നോക്കി നിൽക്കുക. എന്ത് കാണാനാ? എന്നാ സംഭവിക്കുമെന്ന് കാണാൻ. എന്നോട് ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. പെങ്ങള് ദൂരെ നിൽക്കുക. എന്ത് കാണാൻ? എന്ത് സംഭവിക്കുമെന്ന്, ആങ്ങളയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ പെങ്ങള് ദൂരെ നിൽക്കുകയാണ്. ചോദ്യം, ഞാങ്ങനെ ഈ നദിയെ കൊണ്ട് വെച്ചതാരാ? ഈ പെങ്ങളും അമ്മയും ചേർന്ന. ഞാങ്ങണ നദി കൊണ്ട് വെച്ചത് പെങ്ങളെ ചേർന്നാണ്. ആ പെങ്ങള് ദൂരെ നിന്ന് ഇവൻ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേട്ടോ. നിനക്ക് നീ ദൈവത്തിൻ്റെതായപ്പോൾ, നീ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ, നിന്റെ മേൽ ഒരു അരുളപ്പാട് വന്നപ്പോൾ, നിന്നെക്കുറിച്ച് പ്രവചനങ്ങൾ നൽകപ്പെട്ടപ്പോ, ശ്രദ്ധിച്ചു കേട്ടോണേ, മോശയുടെ അമ്മ പ്രവാചികയായിരുന്നു എന്ന ഒരു റബ്ബിനിക് പാരമ്പര്യമുണ്ട്. മോശയുടെ പെങ്ങള് മിറിയാമും പ്രവാചികയാണ്. പ്രവാചക കുടുംബമാണിത്, ലേവി കുടുംബമാണ്. പക്ഷെ മോശയുടെ അമ്മ പ്രവാചികയായിരുന്നു എന്നൊരു പാരമ്പര്യമുണ്ട് റബ്ബികളുടെ ഇടയിൽ. മോശയുടെ പെങ്ങള് മിരിയാം പ്രവാചികയാണ്, നമുക്കത് ബൈബിളിൽ നിന്നറിയാം. അതായത് കുഞ്ഞ് ജനിച്ച ഉടനെ 3 മാസം എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചത്? ഒളിപ്പിച്ചു വെച്ചത് ഈ പ്രവാചികയായ അമ്മയ്ക്ക് അരുളപ്പാട് കിട്ടിയത് കൊണ്ടാണ്. ഇത് സാധാരണ കുട്ടി അല്ല. ഈ കുട്ടിയുടെ മേൽ ഒരു നിയോഗം ഉണ്ട്. ഈ കുട്ടി ചരിത്രത്തെ നിയന്ത്രിക്കാനുള്ളവനാണ്, കാലഘട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ളവനാണ്, ജനത്തിന്റെ കണ്ണീരൊപ്പാനുള്ളവനാണ്. വേദനയിലും വിഹ്വലതയിലും നീറിപ്പുകയുന്ന ഉമിത്തി പോലെ വെന്ത് നീറുന്ന ഉഷ്ണച്ചൂടിന്റെ വേവുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ പൊള്ളി അകലുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കാനുള്ളവനാണ്. വിമോചനത്തിന്റെ വടി നീട്ടാനുള്ളവനാണ്. അമ്മയ്ക്ക് അരുളപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഒളിപ്പിച്ചു വെച്ചത് 3 മാസം. അപ്പൊ അമ്മയ്ക്കറിയാം, കേട്ടോണേ, അമ്മയ്ക്കറിയാം ഇവന്റെ മേൽ പ്രവചനമുണ്ട്, ഇവന്റെ മേൽ വെളിപാടുണ്ട്, ഇവന്റെ മേൽ അഭിഷേകമുണ്ട്, ഇവൻ സാധാരണ ഒരു കുഞ്ഞല്ല. എന്നിട്ടും വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് നൈൽ നദിയിൽ അവള് ഒഴുക്കി വിട്ടു. എന്നിട്ട് ഈ അഭിഷേകമുള്ളവന്, ഈ ദൈവം തെരഞ്ഞെടുത്തവന്, ഈ ദൈവത്തെ തേടുന്നവന്, ഈ പ്രാർത്ഥിക്കുന്നവന്, ഈ ദൈവാരാധന ചെയ്യുന്നവന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. കേൾക്കുന്നുണ്ടോ നീ? എന്ത് സംഭവിക്കുമെന്ന് കാണാൻ നിന്റെ പെങ്ങള്, നിന്റെ ആങ്ങള, നിന്റെ അമ്മ, നിന്റെ അപ്പൻ, നിന്റെ ബന്ധു, നിന്റെ അയൽക്കാര് ദൂരെ ദൂരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നിന്റെ മേൽ വെളിപ്പെടുമെന്ന് ദൈവം പ്രവചിച്ച ഒരു പ്രവചനം നിറവേറണമെങ്കിൽ എന്തു ചെയ്യണം? ഒത്തിരി പേര് നിന്നെ നോക്കി നിൽപ്പുണ്ട്, നിന്നെ നോക്കി നിൽപ്പുണ്ട്, നിന്നെ നോക്കുന്നുണ്ട്, നിന്നെ നോക്കുന്നുണ്ട്. നീ ഈ ധ്യാനത്തിനും പോയല്ലേ? നീ ഒത്തിരി ധ്യാനം കൂടിയല്ലേ? നീ ആ ബൈബിള് വായനയ്ക്കുണ്ടല്ലേ? നീ ആ മിനിസ്ട്രിയിലുണ്ടല്ലേ? നീ ആ ഇടവകയിൽ കാറ്റക്കിസം പഠിപ്പിക്കുന്നുണ്ടല്ലേ? നീ എപ്പോഴും പള്ളിയിലാണല്ലേ? ദൂരെ മിറിയാം നിന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നിനക്കെന്ത് സംഭവിക്കും? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീ നാണം കെട്ടാലും നിന്റെ ദൈവത്തെ നാണം കെടുത്തരുത്. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? നീ നാണം കെട്ടാലും നിന്റെ ദൈവത്തെ നാണം കെടുത്തരുത്. നിന്റെ ദൈവത്തെ നീ നാണം കെടുത്താതിരിക്കണമെങ്കിൽ നിന്റെ മേൽ ഒരു തീ ഇറങ്ങണം.
നിന്റെ മേ തീ ഇറങ്ങിയാലുണ്ടല്ലോ, നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ഇങ്ങനെ നോക്കി നിന്നവര് നീ പറയുന്നത് അനുസരിച്ച് നിന്റെ പുറകിൽ വന്ന് നീ പറയുന്നതിൻ്റെ കൂടെ വരും. മനസ്സിലായോ? നിനക്കെന്ത് സംഭവിക്കും? ഇയാളതേ പുസ്തകം പിടിച്ചിറങ്ങിയിട്ടുണ്ട്. പൊട്ടൻ. ഒരു പൊട്ടനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നാളെ ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടാണ്. അണക്കരയിൽ നിന്ന് ഒരു പൊട്ടൻ, അട്ടപ്പാടിയിൽ നിന്ന് വേറൊരു പൊട്ടൻ, ഇപ്പൊ തിരുവനന്തപുരത്തു നിന്ന് വേറൊരു പൊട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. ദൂരെ നിപ്പുണ്ട് മനുഷ്യർ, ഈ പൊട്ടൻ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. നീ നാണം കെട്ടാലും നിന്റെ ദൈവത്തെ നാണം കെടുത്തരുത്. അപ്പൊ ഈ രാജകുമാരി വന്നിട്ട് തുറന്ന് കൊച്ചിനെ കണ്ടപ്പോ അവനെ വെള്ളത്തിൽ നിന്നെടുത്തതായതുകൊണ്ട് അവന് പേരിട്ടു മോശ. വെള്ളത്തിൽ നിന്നെടുത്തതായതുകൊണ്ട് മോശ എന്ന് പേരിട്ടു. അപ്പോ പെങ്ങൾ ഓടി വന്നു. പെങ്ങൾ പറഞ്ഞു, രാജകുമാരി കൊച്ചിനെ വളർത്താൻ നല്ല ഒരു സ്ത്രീ ഞങ്ങളുടെ പരിസരത്തുണ്ട്, കൊണ്ടുവരട്ടെ. അവർ പറഞ്ഞു, ഞാൻ അതിനെങ്ങനെ വളർത്തുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. നല്ല ശമ്പളം കൊടുക്കാം, നല്ല സ്ത്രീയാണോ? നല്ല സ്ത്രീയാണ്, എന്നാൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പെറ്റതള്ളയെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം കുഞ്ഞിനെ പാലൂട്ടി വളർത്തിയതിന് ശമ്പളം വാങ്ങിച്ച ആദ്യത്തെ മഹാവനിതയാണ് ആര്? മോശ. മനസ്സിലായോ? ഒരു പ്രതിഭയില്ലാത്ത പണിയാണ് പിള്ളേരെ വളർത്തുന്നത്. ലോക ചരിത്രത്തിൽ ഒരേ ഒരു സ്ത്രീ മാത്രമേ സ്വന്തം കൊച്ചിനെ വളർത്തിയതിന് മാസാമാസം എണ്ണി ശമ്പളം വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഈ സ്ത്രീ ഈ കുട്ടിയെ വളർത്തുമ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി, ഞാൻ കൊണ്ടുവന്ന് നൈൽ നദിയിൽ കളയാൻ ശ്രമിച്ചെങ്കിലും ഈ കുഞ്ഞിൻ്റെ മേലൊരു വെളിപാടുണ്ടെന്ന്, ഒരു അഭിഷേകമുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അമ്മ, കേൾക്കുന്നുണ്ടോ? അമ്മ കൊച്ചിനെ ഇങ്ങനെ വളർത്തി വലുതാക്കുമ്പോൾ, ഇനി എന്നെ നല്ലപോലെ ശ്രദ്ധിക്കണം, വളർത്തി വലുതാക്കുമ്പോൾ 1000 പ്രവചനങ്ങൾ അമ്മ ഇവനോട് പറഞ്ഞിട്ടുണ്ടാവും. മോശയോട് പറഞ്ഞിട്ടുണ്ടോ? മോശേ കൊച്ചേ, നീ ഇവനെ പോലല്ല, നിന്റെ മേലൊരു ദൂതുണ്ട്, നിന്റെ മേലൊരു വെളിപാടുണ്ട്, നിന്റെ മേലൊരു പ്രവചനമുണ്ട്, നിനക്കൊരു നിയോഗമുണ്ട്. ചെറുപ്പം മുതൽ മോശ കേട്ടു വളർന്നത് പ്രവചനങ്ങളാണ്. നിങ്ങളിത് തലേ വെച്ചേക്കണം, മറക്കരുത്. ചെറുപ്പം മുതൽ മോശ കേട്ടു വളർന്നത് പ്രവചനങ്ങളാണ്. എൻ്റെ തലയ്ക്ക് മീതെ ദൈവം വെച്ച ഒരു നിയോഗമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മകനോടും മകളോടും ഞാൻ പറയുന്നു, മാമോദീസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച നിന്റെ മേൽ ദൈവരാജ്യത്തിൽ ഒരു നിയോഗമുണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്. ഇത് മോശയുടെ അമ്മ പറഞ്ഞ പോലെ ഞാനിപ്പൊ നിന്നോട് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് എടുക്കണ്ട കേട്ടാ മതി. എഫേസോസ് 2:10 നാം ദൈവത്തിന്റെ കരവേലയാണ്. എഫേഷ്യൻസ് 2:10 നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു ബാലന്, ഒരു യുവാവിന്, ഒരു യുവതിക്ക്, ഒരു ചേട്ടന്, ഒരു ചേച്ചിക്ക്, ഒരു അപ്പച്ചന്, ഒരു അമ്മച്ചിക്ക്, ഒരച്ഛന്, ഒരു സിസ്റ്ററിന് ദൈവരാജ്യത്തിൽ കൃത്യമായ നിയോഗങ്ങളുണ്ട്. ഇത് മോശയോട് അമ്മ പറഞ്ഞു കൊടുത്തു. കുട്ടിക്കാലം മുതൽ അവനിങ്ങനെ കേട്ട് വളർന്നു. അമ്മ പറഞ്ഞത്, ഞാനൊരു സാധാരണ ചെറുപ്പക്കാരനല്ല, എൻ്റെ മേൽ ഒരു നിയോഗമുണ്ട്. ഈജിപ്തിലെ സകല ആയോധന കലകളും, ഈജിപ്തിലെ സകല വിദ്യാഭ്യാസവും, അറിവും, ജ്ഞാനവും, കലകളിലുള്ള പ്രാവീണ്യവും എല്ലാം മോശയ്ക്ക് കൊട്ടാരത്തിൽ നിന്ന് കിട്ടി. ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടി. നല്ലതുപോലെ പഠിപ്പിച്ചു. നല്ല റാങ്കോടെ പാസ്സായി. എല്ലാ കഴിവും നേടി. ആയുധകലയിലും ആയോധന കലയിലും കായിക ബലത്തിലും അഗ്രഗണ്യനായി. നിസാരക്കാരനല്ല. ഒരു ദിവസം തെരുവിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് സ്വന്തം ജനത്തിൽപ്പെട്ട ഒരുത്തനെ വേറൊരുത്തൻ പീഡിപ്പിക്കുന്ന കണ്ടപ്പോൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ഒറ്റ അടി കൊടുത്തപ്പോൾ അവൻ ചത്തുപോയി. അപ്പം നിസാരക്കാരനല്ല. ആരോഗ്യമുണ്ടവന്, കായിക ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്. പിന്നെ ജത്രോയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആ പെമ്പിള്ളാരെ ഉപദ്രവിക്കാൻ വന്നവന്മാരെ
സിനിമയിലെ നായകനെ പോലെ ഒറ്റയ്ക്ക് അടിച്ചു. ആരോഗ്യമുണ്ട്, നിസ്സാരക്കാരനല്ല. നിങ്ങൾ ഈ പൂഞ്ഞാനും ഉണക്കം മരം പോലെ അല്ല. ആര്? മോശ. അറിവുണ്ട്, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, കായിക ശക്തിയുണ്ട്, മിടുക്കനാണ്, മാറ്റി നിർത്തത്തില്ല. അങ്ങനെ ഒരുത്തനാണ്. പക്ഷെ അവനറിയാം എൻ്റെ തലയ്ക്ക് മീതെ ഒരു നിയോഗമുണ്ട്. പറഞ്ഞ് ഹല്ലേലൂയാ. അപ്പൊ അവൻ ചിന്തിച്ചത്, കേൾക്കണേ, അവൻ ചിന്തിച്ചത് ഇങ്ങനാണ്: ഈ ജനത്തെ വിമോചിപ്പിക്കാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണെന്ന് കുഞ്ഞിലേ മുതൽ അമ്മ പറഞ്ഞറിയാം. അതുകൊണ്ടാണ് വലുതായപ്പോ എൻ്റെ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയത്. അല്ലെ കൊട്ടാരത്തിൽ ഈ കുഴിമന്തിയൊക്കെ തിന്നിരുന്നാൽ മതിയായിരുന്നു. എന്ത് ചെയ്തു? എൻ്റെ ആളുകളുടെ വേദന. നല്ല കംഫർട്ടബിളായിട്ട് കൊട്ടാരത്തിൽ കഴിയാണ്. യാതൊരല്ലല്ലോ പറയണം, വെയിലത്തിറങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ എന്തിനിറങ്ങിയെന്നറിയാവോ? അവനറിയാം, ഞാൻ കൊട്ടാരത്തിൽ ഇരിക്കേണ്ടവനല്ല, ഈ ജനത്തിൻ്റെ മേൽ എനിക്കൊരു ബാധ്യതയുണ്ട്, ഈ ജനത്തിൻ്റെ മേൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവൻ ചിന്തിച്ചത്, എനിക്ക് അറിവുണ്ട്, അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായി തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. എനിക്ക് കഴിവുണ്ട്, ആ കഴിവ് കൊണ്ട് ഞാൻ ഒന്നൊന്നായി ഇവന്മാരെ അവസാനിപ്പിക്കും. മനുഷ്യന്റെ ബുദ്ധിയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നൊരുത്തനെ അടിച്ചു കൊന്നു, അവനെ കുഴിച്ചിട്ടു. നാളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ രണ്ടോമാരെ കണ്ടു, അവനെ അടിച്ചു, അവനെയും കുഴിച്ചിട്ടു. ഈജിപ്തുകാരെ മുഴുവൻ സമകരിക്കാൻ മോശയ്ക്ക് എത്ര കൊല്ലം വേണം? പല്ല് പറയുന്ന കാലമായാലും പിന്നെ ആളുണ്ടാവും. എന്നാൽ കേട്ടോ, എന്നാൽ ഒരു തീ അവൻ്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ ഒറ്റ ദിവസം കൊണ്ട് ഈജിപ്തിലെ ഫറവോയെയും അവൻ്റെ പട്ടാളത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നു. മനസ്സിലായി? മറ്റേതുണ്ടല്ലോ, മറ്റേത് ഇങ്ങനെ ഓരോന്നോരോന്നാ. ഒരു ദിവസം, ഒരു രാത്രി, ഒരു അഭിഷേകം അവൻ്റെ മേലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. അപ്പൊ ഇവൻ ഇങ്ങനെ വളർന്ന് വലുതായി. അടുത്ത ദിവസം ഇതുപോലെ ഇറങ്ങി നടന്നപ്പോൾ രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ വഴക്കിടുന്നു. അവൻ പറഞ്ഞു, കാണിക്കരുത്, പന്നത്തനാണ് ഈ കാണിക്കുന്നത്, വൃത്തികേടാണ്, ചെയ്യരുത്, നിങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, അടി കൂടരുതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ആരാടാവുകയും ചോദിച്ചു. നീ ആരാ? ഇന്നലെ മറ്റവനെ കൊന്നത് ആരും കണ്ടില്ലെന്ന് വിചാരിക്കരുത്. ഫറവോയുടെ ചെവിയിലെത്തിയ പൊന്നെ മോനെ, നീ കൊട്ടാരത്തിൽ നിന്ന് നാളെ മിറ്റത്താന്ന് പറഞ്ഞു. ഫറവോയെ പേടിച്ചു മോശ. അതുകൊണ്ട് അവൻ ജീവനെ ഭയന്ന് പലായനം ചെയ്തു. ഓടി മിദിയാൻ പ്രദേശം എന്ന് പറഞ്ഞ ഇന്നത്തെ സൗദി അറേബ്യ, അവിടെ വരെ ഓടി. അവിടെ ചെന്ന് ജത്രോയുടെ ആടുകളെ മേയ്ക്കുന്ന ജോലി, അയാളുടെ മകളെ കല്യാണം കഴിച്ചു. അവര് വിജാതീയരാണ്, ഗോത്രവർഗക്കാരാണ്. അപ്പോ ഈ വിജാതീയ പുരോഹിതന്റെ മകളെ കല്യാണം കഴിച്ച് അവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. 40ാമത്തെ വയസ്സിലാണ് കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്. 40 വർഷം കഴിഞ്ഞു, വയസ്സ് 80ആയി, പിള്ളേര് 2. ഇനി എന്നെ നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ മോശയുടെ അവസ്ഥ, താടിയൊക്കെ വളർന്നു, ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി, ഇടയ്ക്കിടയ്ക്കൊരു ചുമയുണ്ട്, ആശുപത്രിയിൽ നിന്ന് കാണിക്കുന്ന ഭാര്യ പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. എഴുന്നേൽക്കുമ്പോൾ മുട്ട് ഒരു പിടുത്തം, നടുവിന് ഒരു കൊച്ചിവലിവ്, പുറത്തൊരു വേദന, കഴുത്തിന് മുമ്പില്ലാതിരുന്നൊരു വേദന ഇപ്പോൾ ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊരു തലവേദന വരുന്നുണ്ട്, രാത്രി കിടന്ന് ചുമയ്ക്കുന്നുണ്ട്, കുരുമുളക് കാപ്പി കൊടുത്തിട്ട് മാറുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മോശയുടെ അവസ്ഥ. ഇത് ശാരീരിക പ്രത്യേകത. മനസ്സിൽ മൊത്തം നിരാശ. കേൾക്കണം, മനസ്സിൽ മൊത്തം നിരാശ. ആ മനുഷ്യൻ ആ 40 വർഷവും അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ച് നാണം കെട്ടൊരു ജീവിതം നയിച്ച് മരുഭൂമിയുടെ ഓരോ ഊടുവഴികളിലൂടെയും യാത്ര ചെയ്യുമ്പോഴെല്ലാം ഉള്ളിൽ അയാൾ കരഞ്ഞുകൊണ്ടേയിരുന്നു, ദൈവമേ, എൻ്റെ മേൽ ഉച്ചരിക്കപ്പെട്ട ദൂതുകൾ എവിടെ? എൻ്റെ മേൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ എവിടെ? എന്നെക്കുറിച്ച് ദൈവരാജ്യം സ്വപ്നം കണ്ട സ്വപ്നങ്ങൾ എവിടെ? ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താ? നാണം കെട്ടവനെ പോലെ അമ്മായിപ്പൻ്റെ ആടുകളെയും മേയിച്ചൊരു വിജാതിയൻ്റെ വീട്ടിൽ അയാളുടെ മകളെ കല്യാണം കഴിച്ചും 2 മക്കൾക്ക് ജന്മം കൊടുത്ത് ആരോഗ്യവും ക്ഷയിച്ച്, കണ്ണിൻ്റെ കാഴ്ചയും കുറഞ്ഞ്, ചെവിയുടെ കേൾവിയും കുറഞ്ഞ്, ആരോഗ്യവും ക്ഷയിച്ച്, ദൈവമേ, നീ പറഞ്ഞ പ്രവചനങ്ങൾ തെറ്റായിരുന്നോ? അമ്മ പറഞ്ഞ അരുളപ്പാടുകൾ കള്ളമായിരുന്നോ? അമ്മ പറഞ്ഞ ദൂതുകൾ പൊള്ളയായിരുന്നോ?
40 വർഷം കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ ആടയാഭരണങ്ങൾ ധരിച്ച് മൃഷ്ടാന്ന ഭോജനം കഴിച്ച് എല്ലാ പരിവാരങ്ങളും പരിചാരകന്മാര് കാവൽ നിന്ന ഒരു സുഭിക്ഷ ജീവിതം നയിച്ച സ്ഥലത്ത് നിന്ന് കുപ്പത്തൊട്ടി പോലെ വലിച്ചെറിയപ്പെട്ട് ഈ മരുഭൂമിയുടെ വിജനതകളിൽ ആടിനെയും മേയിച്ചൊറ്റക്കലയുമ്പോ കീറിയ ഉടുപ്പും കീറിയ മേലങ്കിയും ക്ഷയിച്ചു തീരാറായ ശരീരവും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുമായി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അയാൾ ആകെപ്പാടെ തകർന്ന് അയാൾ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. നിങ്ങൾ ശരിക്കും മോശയെ മനസ്സിലാക്കണം, എന്നാലേ നിങ്ങൾക്ക് ആ തീ ഇറങ്ങിയതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കും. ഇപ്പം മോശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 10 കമാൻഡ്മെന്റ്സിൽ കാണുന്ന പോലെ അയാൾ ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു അങ്ങനൊന്നും അല്ലത്. 40 വർഷം 4 പതിറ്റാണ്ട് തോരാത്ത കണ്ണുനീര്, നിരാശ, കഷ്ടപ്പാട്, അപമാനം, ഹ്യൂമിലിയേഷൻ, അതിൻ്റെ കോറിനകത്ത് നിന്ന് ഒരു മനുഷ്യൻ ഈ നിരാശയുടെ അങ്ങേയറ്റത്ത്, ഡിപ്രഷൻ്റെ അങ്ങേയറ്റത്ത് ഈ ആടുകളെ മേയിച്ച് പ്രവചനങ്ങളെല്ലാം പാഴായിപ്പോയെന്ന് വിധി എഴുതി ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. ആ ഹോറേബിൽ എത്തിച്ചേർന്നപ്പോൾ വായിക്കാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മോശ തൻ്റെ എക്സോഡസ് 3 മോശ തൻ്റെ അമ്മായിപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഇനി ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആരംഭിക്കാൻ പോവാണ്, വഴിതിരിയാൻ പോവാണ്. എല്ലാ അർത്ഥത്തിലും ജീവിതം അപ്പാടെ വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നു പോയെന്ന് വിധി എഴുതി നിരാശ ബാധിച്ച് മടുത്തുപോയൊരു ജീവിതവും കയ്യിൽ പിടിച്ച് ദൈവത്തിന്റെ മലയെ ഹോറേബിൽ എത്തിച്ചേർന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. ഒരു മുൾപ്പടർപ്പ് കത്തിയെരിയുന്നു, പക്ഷെ അത് ചാമ്പലാകുന്നില്ല. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. കത്തി ജ്വലിക്കും, ചാമ്പലാക്കത്തില്ല. കത്തി ജ്വലിക്കും, ചാമ്പലാക്കത്തില്ല. ഈ ഭൂമിയിൽ ഒരഗ്നിയേ ഉള്ളൂ അങ്ങനെ. അത് കത്തും, പക്ഷെ അത് നിന്നെ ചാമ്പലാക്കില്ല. അത് നിന്റെ മേൽ കത്തും, അത് നിന്നെ ചാരമാക്കില്ല. You will never be reduced into ashes when this fire is come upon you. When the fire comes upon you, you will never be reduced into ashes. നീ ചാരമാവാതെ നിന്നെ കത്തിക്കുന്ന ഒരേ ഒരു അഗ്നിയെ പ്രപഞ്ചം കണ്ടിട്ടുള്ളൂ. ആ അഗ്നിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദര സഹോദരി ശ്രദ്ധിക്കുക. അയാളൊരു കാഴ്ച കാണുകയാണ്. കത്തിച്ച് ചാമ്പലാക്കാതെ എരിയുന്ന ഒരഗ്നി. അയാൾ ഒരു അഗ്നിയെ നേരിടാൻ പോവാണ്. ഇനി വളരെ ശ്രദ്ധിക്കുക, ഞാൻ ഈ അഗ്നിയെ വിവരിക്കാൻ പോവാണ്. ഈ അഗ്നി അയാൾ കണ്ടു. കണ്ടപ്പോൾ മോശ എന്തു ചെയ്തു? ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് കാണട്ടെ, മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ, അവൻ അത് കാണുന്നതിന് അടുത്തില്ലെന്നത് കർത്താവ് കണ്ടു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? ഏത് മനുഷ്യനും ഒരു തീയെ നേരിടുമ്പോൾ ആ തീ അവന്റെ മേൽ പകരപ്പെടണമെങ്കിൽ അവൻ ആ തീയുടെ അടുത്ത് ചെല്ലണം. ഒത്തിരി പേര് തീ കണ്ടിട്ടുണ്ട്, പക്ഷെ അടുത്ത് പോയിട്ടില്ല. ഒരുപാട് പേര് തീക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, പക്ഷെ അവരടുത്ത് ചെന്നിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ദമാസ്കസിലേക്ക് ഒരു ചെറുപ്പക്കാരൻ യഹൂദന്മാരെ മുഴുവൻ, യഹൂദ ക്രിസ്ത്യാനികളെ മുഴുവൻ വകവരുത്താനുള്ള തീട്ടൂരം വാങ്ങി ദമാസ്കസിലേക്ക് അയാൾ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അയാളുടെ മേൽ ഒരു ആലക്തികാഘാതം, ഒരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായി. അയാൾ താഴെ വീണു. അയാളുടെ പേര് സാവൂൾ. അയാൾ താഴെ വീണ് കിടന്നിട്ട് ചോദിച്ചു, നീ ആരാണ്? സാവൂൾ, സാവൂൾ, നീ എന്ത് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പൊ അയാൾ ചോദിച്ചു, നീ ആരാണ്? അപ്പൊ അവിടുന്ന് മറുപടി വന്നു, നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ. കേൾക്കണേ, ഹലോ കേൾക്കണേ. അവിടെ പറഞ്ഞിരിക്കുന്നു, സമയമില്ലാത്തണ്ട വായിപ്പിക്കാത്ത, അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ സ്വരം കേട്ടു. കേട്ടോ? കൂടെ വന്നവര് കേട്ടോ? ആന്റണി, കൂടെ വന്നവർ ഈ സ്വരം കേട്ടോ? ഇരുന്നാ മതി. കേട്ടോ? നമ്മുടെ പോളിച്ചേട്ടൻ പോയോ? എന്തേ? സ്ഥലം മാറല്ലേ?
അപ്പോ കൂടെ ഉണ്ടായിരുന്നവര് കേട്ടു. അങ്ങനെ പറയുന്നത്, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. കൂടെ ഉണ്ടായിരുന്നവര് എന്ത് ചെയ്തു? എല്ലാരും ഈ സ്വരം കേട്ടു. എല്ലാവരും എന്തോ ഒരു സ്വരം കേട്ടു. പക്ഷേ ഒരു സാവൂളെ പൗലോസായി മാറിയുള്ളൂ. വൈ? ഈ സംഭവം എല്ലാവരും കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴേ ഇതുണ്ടായേ. പക്ഷെ പള്ളിക്കകത്തു നിന്ന് ഒരു സാവൂളെ പൗലോസ് ആയുള്ളൂ. വൈ? 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 മനസ്സിലായോ? 10,000 പേര് കൺവെൻഷൻ ഇരുന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. പക്ഷെ അതിനകത്ത് ഒരുത്തനേ ഉള്ളൂ നിയോഗം സ്വീകരിച്ചത്. വൈ? ഒരുത്തനേ ഉള്ളൂ തിരിച്ചു ചോദിച്ചത്, നീ ആരാണ്? മനസ്സിലായോ? ഇവ മാത്രമേ, ബാക്കി ആരും എന്നാ ഇത് മിണ്ടിയില്ല. അവര് പറഞ്ഞു എന്തോ സൗണ്ട് ഉണ്ടായി, ഞങ്ങൾ കേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ കേട്ടു. നീ കേട്ടു? ചാക്കോ കേട്ടു, ആന്റണി കേട്ടു, യോഹന്നാനെ കേട്ടു, ഞാൻ കേട്ടു, നീയോ? ഞാൻ കേട്ടു. അപ്പുറത്തെ ചായക്കടക്കാരനും കേട്ടു. ഒരാളെ തിരിച്ചു ചോദിച്ചുള്ളൂ, എന്താ? ആരാ നീ? ഒരാളെ ഈ തീയുടെ അടുത്ത് ചെന്നുള്ളൂ. മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം എന്താണെന്ന് കാണാൻ ഞാനൊന്ന് അടുത്ത് ചെല്ലട്ടെ. ഞാൻ വിളിക്കാം നിങ്ങളെ, ഞാനല്ല, കർത്താവ് വിളിക്കാണ്. ഇന്ന് നീ ഈ തീയുടെ അടുത്തേക്ക് വന്നാൽ നിന്റെ മേൽ ഈ മുൾപ്പടർപ്പിലെ അഗ്നി ആളിക്കത്തും. അടുത്തു വന്നാൽ നീ റെഡിയാണോ? റെഡിയാണോ? പറഞ്ഞേ ഹല്ലേലൂയ. ലെറ്റ് us approach the fire. നമുക്ക് ആ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം. നമുക്ക് അടുത്ത് ചെല്ലാം. നമുക്ക് പറയാം, കർത്താവെ ഞാനും ഒന്ന് കാണട്ടെ, കർത്താവെ ഞാനും ഒന്ന് അനുഭവിക്കട്ടെ, കർത്താവെ എന്നിലും ആ തീ ഒന്ന് കത്തട്ടെ, കർത്താവെ എന്നിലും ആ അഭിഷേകം ഒന്ന് ആളിക്കത്തട്ടെ, കർത്താവെ ലോകം എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചാലും, ലോകം എന്നെ വിഡ്ഢി എന്ന് വിളിച്ചു. ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടുന്ന് ഓടിപ്പോയിട്ട് ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, കൂട്ടായ്മ. ഞാൻ അവസാനം പറയാം, യൂത്തിന് വേണ്ടിയുള്ളതാ, സൂമില്ല. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അവനേതോ വിദേശ രാജ്യത്തു നിന്നാണ്, അവൻ ടെസ്റ്റിമണി പറഞ്ഞു, ഡാനിലച്ചാ എന്നെ എല്ലാവരും ഒരു പൊട്ടനെന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഞാൻ ഈ കുരിശൊക്കെ ഇട്ട് നടക്കുകയും ഞാൻ കർത്താവിനെ കുറിച്ച് പറയുകയും ഫുട്ബോൾ കളിക്കാൻ മകനെ കൊണ്ടുപോയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് കാണുന്നവരോടൊക്കെ ഈശോയുടെ സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഒരു പൊട്ടനായിട്ടാണ് കരുതുന്നത്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ലോകം നിന്നെ ഒരു പൊട്ടനായിട്ട് കരുതിയാലും, ലോകം നിന്നെ ഒരു ഭ്രാന്തനായിട്ട് എണ്ണിയാലും, ലോകം നിന്നെ വിവരമില്ലാത്തവനായിട്ട് മുദ്ര കുത്തിയാലും, ഞാൻ നിന്നോട് പറയട്ടെ, ഈ ലോകത്തിൽ മറ്റാർക്കും തരാൻ പറ്റാത്ത ഒരാത്മീയ ആനന്ദം തരാൻ ഒരഗ്നി ഇവിടെ കാത്തു നിൽപ്പുണ്ട്. നീ ദാഹിച്ചാൽ ആ അഗ്നിക്ക് പകരം വെക്കാൻ ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല, 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 ഒന്നുമില്ല. നീ ദാഹിക്ക്, നീ ചോദിക്ക്, നീ ആഗ്രഹിക്ക്, കർത്താവേ, ഐ നീഡ് യുവർ ഫയർ, ഐ നീഡ് യുവർ ഫയർ. ഒരൊറ്റ വിശുദ്ധ പാട്രിക്കാണ് അയർലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നേടിയത്. ഒറ്റയാള്, ഒരു ഫ്രാൻസിസ് സേവ്യറാണ്. ഒരു കൈയിൽ കുരിശും മറുകൈയിൽ മണിയുമായി കേരളത്തിന്റെയും ഗോവയുടെയും തീരപ്രദേശങ്ങളിലൂടെ നടന്നുപോയി 10,000-ങ്ങളെ ലക്ഷങ്ങളെ യേശുവിന് വേണ്ടി നേടിയത്. ഒരാളുടെ മേൽ ഒരു അഗ്നി ഇറങ്ങിയാൽ അയാൾ ഒരു ദേശത്തെ മാറ്റിമറിക്കും. ബാംഗ്ലൂരിനെ കീഴ്മേൽ മറിക്കാൻ ഒരാൾ തീ പിടിച്ചാൽ മതി, ഒരാൾ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ആവേശത്തിന് പറയുന്നതല്ല. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമുക്ക് ഈ അഗ്നി, we need an encounter with that fire. ജോൺ പോൾ മാർപ്പാപ്പ ഒരു പെന്തക്കോസ്തായുടെ തലേരാവിൽ സഭയെ അഡ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, now let us go back to that upper room and receive that Pentecost, that fire. നമുക്ക് ആ മാളിക മുറിയിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോയി ആ അഗ്നി നമുക്ക് പ്രാപിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിനാൽ നിറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ പറയുകയാണ്, സഭാജീവിതത്തിൻ്റെ നിലവാരം മാറും, കുടുംബജീവിതത്തിൻ്റെ നിലവാരം മാറും. എന്ത് സ്നേഹമാ ആത്മാവുള്ള കൂട്ടായ്മകളിൽ, എന്ത് സന്തോഷമാണ് ആത്മാവുള്ള കൂട്ടായ്മകളിൽ, എന്തോ ഒരു ഹൃദയത്തിൻ്റെ നിറവാണ് ആത്മാവുള്ള കൂട്ടായ്മകളിൽ. പരിശുദ്ധാത്മാവുള്ള മനുഷ്യര്. യൂദാ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവില്ലാത്തവരും ലൗകികരുമായി ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവര്, ആത്മാവുള്ളവര് അഭിഷേകമുള്ളവരാണ്, ആത്മാവുള്ളവര് കൃപയുള്ള സ്നേഹമുള്ളവരാണ്, ഐക്യമുള്ളവരാണ്, കൂട്ടായ്മയുള്ളവരാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാം, മാണ്ഡ്യ രൂപത മുഴുവൻ, ബാംഗ്ലൂരു നഗരം മുഴുവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കെട്ടുകഥ പറയാൻ വന്നതല്ല.
നിങ്ങൾ ദാഹിച്ചാൽ, നിങ്ങൾ ആഗ്രഹിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാം. നമുക്കത് അതെന്നറിയാം, അത് ഒരു വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കണം. ഈ പരിശുദ്ധാത്മാവിന് വാല്യൂ കൊടുക്കണം, ആഗ്രഹിക്കണം, പറയണം. നാഴിക്ക് 40 വട്ടം എപ്പോഴും ആഗ്രഹിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം, കർത്താവേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്ക്. വിലയില്ലാതെ കിട്ടില്ലത്. ആഗ്രഹിക്കണം, അത്ര ആഗ്രഹിക്കണം ഡീപ്പായിട്ട്. ഞാനത് നിങ്ങളിൽ ഉണ്ടാവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അടുത്തേക്ക് ചെന്നു. മോശ പറഞ്ഞു, വേഴ്സ് 3 വായിക്കേ. മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. ഡബിൾ കോളിംഗ് ബൈബിളിലെ വളരെ പ്രത്യേകതയുള്ളൊരു കോളിംഗ് ആണ്, ഡബിൾ കോളിംഗ്. ശിമയോൻ ശിമയോൻ, മർത്ത മർത്ത, സാവൂൾ സാവൂൾ, യാക്കോബേ യാക്കോബേ. ഇങ്ങനെ വിളിക്കുന്നത് സ്പെഷ്യൽ അനോയിന്റിങ് ആണ്. ദാഹിച്ചോ? ഇന്നലെ ജീസസ് എൻകൗണ്ടറിന് വേറൊരു കുടുംബം സാക്ഷ്യം പറഞ്ഞു. ഒരു സഹോദരിയാണ് പറഞ്ഞ, അവളുടെ ഭർത്താവ് എടുത്തിരിപ്പുണ്ടായിരുന്നു. വല്ലാർപാടം കൺവെൻഷനാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് സാക്ഷ്യം വിളിച്ച് പറഞ്ഞു, ടോണി, ഒന്നുകൂടെ പറഞ്ഞു ടോണി, 2 പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ, ടോണി ടോണി എന്ന മകനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. ടോണി. അപ്പൊ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ടോണിന്നും രണ്ടാമത് ടോമിന്നും ആണോ പറഞ്ഞേ എന്ന് പുള്ളിക്ക് ഡൗട്ട് വന്നു. പുള്ളി ടോണിയാണ്. ടോണിന്നും ടോമിന്നും ആണോ പറഞ്ഞെന്ന് സംശയം വന്നു. അത് കഴിഞ്ഞ് ചെന്നപ്പോഴാണ് പിന്നെ പ്രസംഗത്തിൽ കേട്ടത്, മോശേ മോശേ എന്ന് വിളിക്കുന്നത് ഒരു അഭിഷേകത്തിന്റെ സ്വരമാണ്. ഇന്നലെ 2 പേരുടെ സാക്ഷ്യം പറയുകയാണ്. അന്ന് മുതൽ 2020 21 മറ്റാണ് വല്ലാർപാട് കൺവെൻഷൻ നടന്നത്. ഇതിപ്പോൾ 25. അന്ന് മുതൽ ആ ഭാര്യ പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. മനസ്സിലായി? ഡബിൾ കോളിംഗ്, ഡബിൾ കോളിംഗ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മോശേ മോശേ. നിങ്ങളുടെ പേര് വിളിച്ചിട്ടുണ്ടോ ബൈബിളിൽ? ഇല്ലല്ലേ? എൻ്റെ ഉണ്ട്. എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. അയ്യോ, മോശേ. നേരത്തെ ആലോചിക്കണമായിരുന്നു പേര്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലായിരുന്നത്, ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഈ പേര്. കാരണം ഞാൻ അച്ഛനായിട്ട് ആദ്യത്തെ വർഷം സുവിശേഷം പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ഫാദർ ഡാനിയേൽ പ്രസംഗിക്കുന്നു എന്നൊക്കെ അവിടെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വല്യപ്പൻ അച്ഛനെയാണ് അവരെല്ലാം പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ ശ്രീനിവാസൻ പറയുന്ന പോലെ എൻ്റെ ബോധമില്ലാത്ത മാതാപിതാക്കന്മാർ എനിക്കിട്ട പേരാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നാണ് എനിക്ക് മനസ്സിലായത്, ഏറ്റവും പ്രിയങ്കരനായ പേര് വിളിക്കുന്നുണ്ട് ദൈവം. ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട് ഈ രാത്രിയിൽ. മോശേ മോശേ. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാഹിക്ക്. ഇതൊന്നും കെട്ടുകഥയല്ല, ഇതൊന്നും കെട്ടുകഥയല്ല. ഞാൻ പറയുകയാണ് നിങ്ങളോട്. ഞാൻ പറയും, നിങ്ങൾ വിശ്വസിക്കുക. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നതാണ്. നല്ല ജോലി എന്ന് ഞാൻ പറഞ്ഞ സഞ്ജു സാംസൺ ക്രിക്കറ്റർ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ. സിനിമാ നടി, ഞാൻ പറയുന്നില്ല സിനിമാ നടിമാരുടെ പേരൊന്നും, നല്ല നല്ല സെലിബ്രിറ്റികൾ. അത് ആ തലസ്ഥാന നഗരത്തിൽ നല്ല അറിയപ്പെടുന്നവരുടെ പ്രഗത്ഭരുടെ മക്കൾ പഠിച്ച ഒരു കലാലയം. എനിക്കവിടെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ മണ്ടനായതുകൊണ്ടല്ല ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ പുസ്തകം പിടിച്ച് നടക്കുന്നത്. എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ്. ഈ പുസ്തകത്തിൻ്റെ വില എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട്, എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നെ വിശ്വസിക്കുക. മോശേ മോശേ, നിന്നെ വിളിക്കൂടാ ദൈവം. നിന്നെ വിളിക്കും. നീ ആമേൻ പറ. നിന്നെ വിളിക്കും. നിന്റെ പേരെന്താ? സാവിയോ എന്ന് നീ കേൾക്കാൻ ആഗ്രഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? ആ സ്വരം കേട്ടാൽ പിന്നെ ഒരാൾക്ക് തിരിഞ്ഞു പോക്കില്ല. ആ സ്വരം കേട്ടാൽ പിന്നെ ഒരാൾ ലോകത്തിലേക്ക് കൊന്നെന്ന് പറഞ്ഞാൽ പോത്തില്ലല്ലോ. കൊന്നെന്ന് പറഞ്ഞാൽ പോവില്ല. എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടായ്മയിൽ ബോണി പറഞ്ഞു, അച്ഛാ കഴുത്തിന് ഇങ്ങനെ കത്തി ഇങ്ങനെ വെച്ചിട്ട്
പറ, യേശുവിനെ തള്ളിപ്പറ എന്ന് പറഞ്ഞാൽ നീ മുറിക്കടാ 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 അത് സന്തോഷത്തോടെ ഞങ്ങൾ പറയും. യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾക്ക് ഇനിയൊരു ജീവിതമില്ല പറയാണ്. കണ്ടോ, ചെറുപ്പക്കാർ പറയാണ്, ഈ കൊല്ലം ഇങ്ങനെ കത്തി ഇങ്ങനെ വെച്ചിട്ട് അറുത്തിട്ട് പറയടാ, തള്ളി പറയടാ യേശുവിനെ, നീ പോടാ, നീ മുറിച്ചോ, ഞാൻ യേശു ഏത് വിളിച്ചോണ്ടേ മരിക്കത്തുള്ളൂ. മോശേ മോശേ, പുസ്തകം അടച്ചു, പറ, വായിക്കേ. ഇതാ, അത് പറയണം, അത് പറയുന്നവനേ ഉള്ളൂ അഗ്നി. അപ്പോ എന്ത് ചെയ്തു? മോശേ മോശേ, അവൻ വിളി കേട്ടു, ഇതാ ഞാൻ എന്ന് പറഞ്ഞേ. ഇതാ ഞാനെന്ന് ഒന്ന് രണ്ട് കരവും ഒന്ന് കർത്താവിന്റെ അടുത്തേക്ക് നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞേ, ഇതാ ഞാൻ, ഇതാ ഞാൻ. ഹല്ലേലൂയ. അപ്പോ മോശേ മോശേ, അപ്പോൾ വായിക്കാം. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവനെ വിളിച്ച് മോശേ മോശേ, അവൻ വിളി കേട്ടു, ഇതാ ഞാൻ അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പഴിച്ച് മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ചെരുപ്പിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഞാൻ ഒരു വ്യാഖ്യാനം പറയാം. ചെരുപ്പഴിച്ചോണം, നീ കയറി വരുന്ന സമയത്ത് ചെരുപ്പഴിച്ചോണം എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യാഖ്യാനമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ബുദ്ധി അങ്ങ് കള. പരിശുദ്ധാത്മ അഭിഷേകത്തിന് ഏറ്റവും വലിയ തടസ്സം ബുദ്ധിയുടെ കെട്ട് എന്ന് പറഞ്ഞേ, ബുദ്ധിയുടെ കെട്ട്. ഞാൻ പറയാണ്, നിങ്ങൾ എന്ന് ഒരു മണ്ടനും മണ്ടിയുമാവാൻ നിങ്ങളെ വിട്ടുകൊടുക്കുന്നോ അന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവ് ആരാന്ന് അറിയും. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പൊട്ടനാവാൻ നിങ്ങളെ വിട്ടുകൊടുക്കുക, ഒരു പൊട്ടനാവാൻ, ഒരു മണ്ടനാവാൻ. അതായത് ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ, സിമ്പിൾ ടേംസ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കര കോൺഷ്യസ് ആണ്. എന്താ, ആരേലും നോക്കുന്നുണ്ടോ, വല്ലവും ചിന്തിക്കുവോ, ഇവൻ ഭക്തനായെന്നിനി ആരേലും പറയുവോ, ഇന്നലെ വരെ ഒരുമിച്ച് തോന്നിയാസം കാണിക്കാൻ പോയവർ പരിഹസിക്കുവോ, ഇങ്ങനെ ഒത്തിരി പ്രശ്നം ഉണ്ടോ? നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. നമ്മൾ എന്താ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാത്ത? ഈ മനുഷ്യരെ പേടിച്ചിട്ടാണ്. ഈ ബുദ്ധി നമുക്കൊരു വലിയ തടസ്സമാണ്. ഈ ബുദ്ധിയുടെ കെട്ട് നമുക്ക് വലിയൊരു തടസ്സമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയണം, ഞാൻ ഷില്ലോങ്ങിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഞാൻ എളിമയോടെ, നിങ്ങളെ ഒത്തിരി പേരെക്കാലം അനിയനാണ്, എന്നാലും ഞാൻ എളിമയോടെ പറയട്ടെ, നമ്മൾ ഈ അവസാനത്തെ ആരാധനയുടെ സമയത്ത് നമുക്ക് ബുദ്ധി ഒന്ന് കളഞ്ഞിട്ട് കുഞ്ഞുങ്ങളെപ്പോലെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ കരഞ്ഞ് നിലവിളിച്ച് ചങ്ക് പൊട്ടി നമുക്കൊന്ന് പാടി പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാൽ നമ്മുടെ ദൈവം ആരാന്ന് നമ്മൾ അറിയും. അച്ഛന്മാരത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എനിക്ക് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു കാഴ്ച അന്ന് ഞാൻ കണ്ടു. എന്താണെന്നറിയോ? ആ വർഷിപ്പിൻ്റെ സമയത്ത് ഒരു പ്രായമുള്ള അച്ഛൻ ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ പോയി. എന്നെ കാണാവോ? ഇങ്ങനെ പോയി വേറൊരു ഡയറക്ഷനിലേക്ക് പോയി. അവിടെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് നോക്കി ഇങ്ങനെ കൈയടിച്ച് പാടിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെല്ലാം അവിടാണ്. അവസാനം ആരാധന തീർന്നിട്ട് പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോഴാണ് ആ അച്ഛൻ താൻ അവിടെ എത്തി എന്ന് അറിഞ്ഞത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ് ദൈവം ഒരു പുരോഹിതനെ അതുപോലെ തൻ്റെ ബുദ്ധി കളഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കാൻ സഹായിച്ച മനോഹരമായൊരു നിമിഷം. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കോൺഷ്യസ് ആവരുത്. എന്താ ഈ ആത്മാവിൻ്റെ പ്രസൻസ് നമുക്ക് കിട്ടാത്തത്? നമ്മുടെ ശരീരവും മനസ്സും അത്രയും കോൺഷ്യസ് ആണ്. ആത്മാവിലേക്ക് കടക്കാൻ നമുക്ക് പറ്റുന്നേ ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ഈ ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ട് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, ഇതെന്താണ്, ഇത് മാസ് ഹിസ്റ്റീരിയോ. അതിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ്, ഒരു ഇളക്കമൊക്കെ വരും. അത് സ്വാഭാവികമാണ് എന്ന് പറയും. ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ മെൽബണിൽ ഒരു താമസിച്ചുള്ള ധ്യാനം നടത്തുകയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ചോ, ഈശോ നിങ്ങളെ വിസിബിളായിട്ട് പ്രകടമായിട്ട് തൊടും. പല രീതിയിലാണ് അതിൻ്റെ എക്സ്പ്രഷൻസ് വരുന്നത്. ചില ആളുകൾ ഈ സുബോധമില്ലാതെ വാവിട്ട് കരയും. അതായത് ഒരു ഡിവൈൻ ടച്ച് വന്നു കഴിയുമ്പോൾ, ഞാൻ ധ്യാനകേന്ദ്രത്തിൽ കണ്ടിട്ട് ഈ ഭ്രാന്ത് പിടിച്ച് മാനസിക രോഗികളെ പോലെ ആളുകൾ കരയുന്നത്. ആളുകൾ അങ്ങനെ ഈ ബോധമില്ലാത്തതുപോലെ പരിസരം മറന്ന് കരയും. അപ്പം അങ്ങനെ
ഈ എന്താന്ന് വെച്ചാൽ നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ഈ ബുദ്ധിയുള്ളവരെന്താ വിചാരിക്കും, ഇവന്മാർ എന്താ ഈ കാണിക്കുന്നേ, ഇത് ഒരുമാതിരി ഒരു 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 മര്യാദയൊക്കെ വേണ്ടേ. ഈ ആളുകൾ കിടന്ന് ഭ്രാന്തന്മാരെ പോലെ കിടന്ന് കാറുന്നു, കൂവുന്നു. പിന്നെ ചില ആളുകൾ ബോധം കിട്ട് താഴെ വീഴും. ഒരു അഭിഷേകം ചിലപ്പോൾ താങ്ങാൻ പറ്റാതാവുമ്പോൾ അവർ നേരെ താഴെ പോകും. അപ്പം അതിനെ ആളുകൾ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും, പരിഹസിക്കും. പിന്നെ ഭാഷാപരം, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, രാത്രി 8 മണിക്കോ മറ്റോ ആരംഭിച്ച ഭാഷാപരം ഒരു പെൺകുട്ടി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ നോൺ സ്റ്റോപ്പായിട്ട് ഇരുന്ന് സ്തുതിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവളുടെ നിയന്ത്രണത്തിലല്ലത്. അതായത് അവൾക്ക് ഭക്ഷണവും വേണ്ട, ഉറങ്ങുകയും വേണ്ട, സ്തുതിപ്പാ. അതായത് അവർ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം കിട്ടിക്കഴിയുമ്പോൾ എക്സ്ട്രീമായിട്ട് എക്സെൻട്രിക് ആയിട്ട് എന്ന പോലെ പെരുമാറും. മനസ്സിൻ്റെ സമനില തെറ്റുന്നതല്ല. അതായത് ദൈവത്തിൻ്റെ ടച്ച്. ചിലരെന്തറിയോ, അവർ ഹൃദയം പൊട്ടി കരയും. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ചെറുപ്പക്കാർക്ക് ഹീലിംഗ് കിട്ടുന്നത് അവർ വാവിട്ട് കരയും. അന്ന് വരെ ഒരു തുള്ളി കണ്ണുനീര് പോലും കണ്ണിൽ നിന്ന് വരാത്തവർ വാവിട്ട് പരിസരം മറന്ന് കരയും. ഈ സമയത്തൊക്കെ എന്ത് ചെയ്യും, ബുദ്ധിയുള്ളവർ ഇതിനെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിത് പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ ടച്ച് ഉണ്ടാവും. അപ്പം അന്ന് ദൈവത്തിൻ്റെ ഈ അനോയിൻറ്റിങ് സർവീസിന് സംഭവിച്ച ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എന്തെന്ന് വെച്ചാൽ, ആളുകൾ ഇങ്ങനെ, ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അവസാനമാണ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പോണത്. പക്ഷേ ഈ ആരാധന തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ ഇങ്ങനെ ടക്ക് 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 ടക്കെന്ന് താഴെ വീഴാൻ തുടങ്ങി. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ ഒരു സീനിയർ ഡോക്ടർ, അവിടെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹം അവസാനം ടെസ്റ്റിമണി പറയാനായിട്ട്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഗ്രീവൻസ് പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമം പറയാനുണ്ട്. അതായത് ഞങ്ങൾ ഡോക്ടേഴ്സിന്, മെഡിക്കൽ ഡോക്ടേഴ്സിന് ഈ നാട്ടിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇതുപോലെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ എക്സെൻട്രിക്കായിട്ട് പെരുമാറുന്ന ഒരു വീഡിയോ ഒരാൾ അയച്ചു തന്നു. അത് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഇത് മാസ് ഹിസ്റ്റീരിയാണ്, ഇതൊക്കെ സൈക്കോളജിക്കലാണ്, ഇതൊക്കെ ഇങ്ങനെ ആളുകളെ ഒരുമാതിരി ഒരു പ്രത്യേക രീതിയിലാക്കിയിട്ട് അങ്ങനെ ആ എക്സ്പ്രഷൻസ് ആണ് എന്ന് പറഞ്ഞ് ഞാനും അതിനെ കുറ്റം പറഞ്ഞായിരുന്നു. ഈ അച്ഛൻ, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അച്ഛനും ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഓർത്ത് ഇങ്ങനെ ഈ പ്രസംഗമൊക്കെ പറയും, അപ്പോൾ അല്ലാതെ ഇതുപോലെയുള്ള ഈ എക്സെൻട്രിസിറ്റീസ് അച്ഛനും ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിന് വരുത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ, ശരിയാ, ഈ ഞാൻ പോയ ധ്യാനത്തിന് ഞാൻ അങ്ങനെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ വെട്ടിയിട്ട വാഴ പോലെ ഞാനങ്ങ് താഴെ പോയി. പിന്നെ ആരാധന എല്ലാം കഴിഞ്ഞ് അവസാനം എല്ലാവരും എഴുന്നേക്കുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി നേരെ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് ഇടും, ഇത് സൈക്കോളജി അല്ല, പരിശുദ്ധാത്മാവാണ്. ഇത് മാസ് ഹിസ്റ്റീരിയ അല്ല, പരിശുദ്ധാത്മാവാണ്. ഞാൻ ഇത്തവണ ഇപ്പം ഒരു ഹാർഡ്ലി 1 month മുമ്പ് ഞാൻ പോയിരുന്നു. ആ സമയത്ത് ആ സഹോദരൻ വീണ്ടും ആ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. ബുദ്ധി, നിന്റെ ചെരുപ്പ് അഴിച്ച് മാറ്റ്. നിന്റെ ചെരുപ്പ് അഴിച്ച്, അതായത് നീ ഹാൻഡിൽ ചെയ്യുന്ന ഈ വിഷയം നിന്റെ ബുദ്ധിക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമല്ല. നീ അതുകൊണ്ട് ഈ ചെരുപ്പ് അഴിച്ച് മാറ്റ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ, ഈ തീയുടെ അടുത്ത പ്രത്യേകത, ഈ തീ അവനോട് പറയുകയാണ്, മുൾപ്പടർപ്പിൽ ജ്വലിച്ചുയർന്ന അഗ്നിയിൽ ഈ അഗ്നി അവനോട് പറയുകയാണ്, മോശേ മോശേ മോശേ. ഒന്നാമത്തേത് അതാണ്, നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ, എനിക്ക് നിന്നെ അറിയാം.
എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞാൽ നിന്റെ വ്യഥ അറിയാം, നിന്റെ വേപഥു അറിയാം, നിന്റെ വേദന അറിയാം, നിന്റെ വിങ്ങൽ അറിയാം, നിന്റെ വിഹ്വലത അറിയാം, നിന്റെ വേവലാതി അറിയാം. എനിക്ക് നിന്നെ അറിയാം. കഴിഞ്ഞ 40 വർഷമായി നീ കടന്നു പോകുന്ന വേദന മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. മോശേ മോശേ, നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു തീയാണിത്. ഇതൊരു ഇംപേഴ്സണൽ ഫയർ അല്ല, ദിസ് ഈസ് എ പേഴ്സണൽ ഗോഡ്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഇത് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. ഇത് നിന്നെ വ്യക്തിപരമായി അറിയാവുന്ന തീയാണ്. ഈ തീയുടെ ആദ്യത്തെ പ്രത്യേകത, ഇത് നിന്നെ വ്യക്തിപരമായി അറിയുന്ന, നിന്റെ വേദനയും നീ വിറങ്ങലിച്ച അനുഭവവും, നിന്റെ സങ്കടവും, നിന്റെ ഭാരവും, നിന്റെ നിരാശയും, നീ തകർന്ന അനുഭവങ്ങളും അറിയാവുന്ന ദൈവം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ തത്വശാസ്ത്രം, ഫിലോസഫി പഠിപ്പിച്ചിരുന്ന അധ്യാപകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫിലോസഫി പഠിപ്പിക്കുന്ന അധ്യാപിക, ഈ ഭാര്യയും ഭർത്താവോട് ഒരിക്കൽ എന്നെ കാണാൻ വന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അന്ന് ഇത് കേൾക്കണം നിങ്ങളെ, മടുത്തോ? അന്ന് ഉച്ചയ്ക്ക്, നാളെ വർക്കിംഗ് ഡേ ആണോ? ആണോ? പെട്ടെന്ന് നിർത്താം. അന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ബ്രദർ ബോണി, പുള്ളി പാലായിലാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടയ്ക്കിങ്ങനെ വിളിക്കും, തിരുവനന്തപുരത്തില്ലെങ്കിൽ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഞങ്ങൾ നേരം പോക്കൊക്കെ പറയും. അപ്പം ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ ഇത് കർത്താവ് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഈ രോഗമില്ല, പക്ഷേ ഒരാളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് മാരക രോഗമാണ്, അങ്ങനെ ആരെയാലും ഉണ്ടോ അച്ഛാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ആരും ഇല്ല. അപ്പം അടുത്തത് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഈ കാലടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് അച്ഛനെ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് വല്ലതും വിളിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു ഇല്ല. അച്ഛാ ഈ പാചകവാതകം, കുക്കിംഗ് ഗ്യാസ്, അത് തുറന്ന് ലീക്കായി കിടക്കുകയാണോ? ഞാൻ പറഞ്ഞു എനിക്ക് കുക്കിംഗ് ഗ്യാസ് ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഹോസ്റ്റലിൻ്റെ ക്യാൻറ്റീനിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, എനിക്ക് ആകെയുള്ളത് മറ്റേ ഗ്യാസാ എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ, കർത്താവ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കോളേജിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് വന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞ് പോയ സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു നീ എന്നാ വെച്ചോ, ഞാൻ ഇത്തിരി കിടക്കട്ടെ, പെട്ടെന്ന് എനിക്ക് കോളേജിൽ പോകണം, വെച്ചു. അന്ന് വൈകുന്നേരമാണ് ഈ ഫിലോസഫി പ്രൊഫസറും ഭാര്യയും എന്നെ കാണാൻ വരുന്നത്. വരുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഡാനിയലച്ചാ ഞങ്ങൾ ആദ്യമായിട്ടാണ് അച്ഛനെ കാണാൻ വരുന്നത്, അച്ഛനെക്കുറിച്ച് ഒരാൾ ഞങ്ങളോട് പറഞ്ഞു, അച്ഛനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദുരന്തം നടന്നു, ഞങ്ങൾക്ക് ഇൻ്റലക്ച്വലി 2 പേർക്കും ഭയങ്കര കോൺഫ്ലിക്റ്റാണ്, വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്, ഞങ്ങളുടെ പ്രശ്നം ഇതെന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ, നീതിമാന്മാരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം, ഞങ്ങൾക്കത്. അപ്പം എനിക്കറിയാവുന്ന അറിവ് വെച്ച് ഇതെല്ലാം പറയാൻ ശ്രമിച്ചപ്പോൾ ആരോടാണ് ഞാൻ ഈ പറയുന്നത്? ഫിലോസഫി പ്രൊഫസറാണ്, ഭാര്യയും ഭർത്താവും. ഭർത്താവ് താഴുമ്പോൾ ഭാര്യ ഉദിച്ചുയരും, ഭാര്യ അസ്തമിക്കുമ്പോൾ ഭർത്താവ് ഇവർ അത് എനിക്ക് മനസ്സിലായി. എന്നെപ്പോലൊരു പൊട്ടന് ഈ ഫിലോസഫി പ്രൊഫസറിൻ്റെ മുമ്പിലൊന്നും ഡിബേറ്റ് ചെയ്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ, എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ അതൊന്നും നിങ്ങളുടെ ഉള്ളിലോട്ട് കയറുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി തർക്കിക്കണ്ട, ഞാനും മടുത്തു, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വളരെ വേദനയോടെ പ്രാർത്ഥിച്ച്, എൻ്റെ പൊന്നു കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണേ, ഈ ചേട്ടനും ചേച്ചിയും എന്നെ നിലത്തിട്ടടിച്ചിട്ട് നെഞ്ചത്ത് കയറി നിൽക്കുകയാണ്, ഈ മല്ലയുദ്ധത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്, എന്നെ നീ ഒന്ന് സഹായിക്കണേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഉച്ചക്കത്തെ സംഭാഷണം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു. വാ 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 എനിക്ക് ധൈര്യമായി. ഞാൻ വേഗം പറഞ്ഞു, അതെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ട്, രോഗമില്ല, പക്ഷെ എപ്പോഴും രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ധൈര്യം കിട്ടിയപ്പോൾ അപ്പം ഞാൻ ചോദിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, ആര് പറഞ്ഞു, ഇതാര് പറഞ്ഞു, നീ അച്ഛനോട് ഇത് പറഞ്ഞായിരുന്നോ? ഇല്ല. ചേട്ടൻ ഇത് പറഞ്ഞായിരുന്നോ? ഇല്ല. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പം എന്നോട് ചോദിച്ചു, അച്ഛന് ഇതെങ്ങനെ മനസ്സിലായി? എനിക്ക് ഭയങ്കര ധൈര്യം.
മനസ്സിലായ? മറ്റേ എൻ്റെ അപ്പോൾ ഇപ്പം ഞാൻ എഴുന്നേറ്റും അവർ കിടക്കാണ്. മനസ്സിലായി? ഇപ്പം ഈ റെസ്ലിങ്ങിൽ ഇനിയിപ്പോൾ ഞാനാണ് പോയിന്റ് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം. അപ്പം അവരിങ്ങനെ അപ്പോൾ തോറ്റു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, കാലടി എന്ന് പറയുന്ന സ്ഥലവുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? അപ്പൊ ഇവര് എഴുന്നേറ്റു. അച്ഛനോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചേ? എനിക്കിതൊക്കെ അറിയാം. അവര് പറഞ്ഞു ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിച്ചത് കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ഞാൻ പറഞ്ഞു വീട്ടിൽ ഗ്യാസ് ലീക്ക് ആണോ എന്ന് ചോദിച്ചു. അവര് വായും പൊളിച്ചെന്ന് പറയാണ്. എങ്ങനെ മനസ്സിലായി? ഞാൻ മലർത്തി അടിച്ചു. ഇപ്പൊ ഞാൻ 1 2 3 4 5. ഈ തീ നിന്നെ വ്യക്തിപരമായി അറിയാവുന്ന തീയാണ്. ഹല്ലേലൂയാ. ഞാൻ പിന്നെ എല്ലാ ആദ്യ ശനിയാഴ്ചയും ഈ കുടുംബത്തെ കാണുമായിരുന്നു. ബൈബിളൊക്കെ പിടിച്ച് അവിടെ ശുശ്രൂഷയ്ക്ക് എല്ലാ ആദ്യ ശനിയാഴ്ചയും വന്നിരുന്ന ഭക്തരായിട്ട്. ആ ഒരൊറ്റ എൻകൗണ്ടർ കൊണ്ട് അവരുടെ അവിശ്വാസം മുഴുവൻ മാറിപ്പോയി. കർത്താവ് അവരെ കാണുന്നുണ്ടെന്നും അറിയുന്നുണ്ടെന്നും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണെന്നും അവർക്ക് മനസ്സിലായി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ഈ ബ്രദർ ഒരു ഹോസ്റ്റലിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയ സമയത്ത് അതിൻ്റെ തലേ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ഇങ്ങനെ പറയുകയാണ്. എന്താണ്? ആതിര രാധാകൃഷ്ണൻ. ഈ പേര് പറയുക ഉറക്കത്തിലാണേ. ആതിര രാധാകൃഷ്ണൻ ചെറുപ്പക്കാരനാ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പെൺപിള്ളാരുടെ പേരൊക്കെ കർത്താവ് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ആതിര രാധാകൃഷ്ണൻ ക്രിസ്ത്യാനി പേരല്ല. അപ്പൊ കല്യാണാലോചന അല്ല. എന്തായാലും പേര് സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ധ്യാനമാണ്. സിസ്റ്റർമാർ നിർബന്ധിച്ച് ഓടിച്ചു വിട്ടിട്ടും കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. വന്നവരാണെങ്കിൽ തന്നെ അറിയാമല്ലോ, ഹോസ്റ്റലിലെ പിള്ളേരാണ്. അവർക്ക് അവരുടേതായ കളിതമാശകളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിച്ചു, ആതിര രാധാകൃഷ്ണൻ. വേഗം വിളിച്ചു പറഞ്ഞു, ആതിര രാധാകൃഷ്ണൻ എഴുന്നേക്കാൻ പറഞ്ഞു. ഒരു പെങ്കൊച്ച് എഴുന്നേറ്റു. ഈശോ നിന്നെ സ്പർശിക്കുന്നു. ആ ഒരൊറ്റ മെസ്സേജ് കൊണ്ട് ആ ഹോസ്റ്റലിലെ പിള്ളേര് മുഴുവൻ പിന്നെ ധ്യാനത്തിന് ഭക്തി, പ്രാർത്ഥന, അടക്കം, അച്ചടക്കം, പരിപാകത, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത്തേത്, ഈ ദൈവം പറയുകയാണ്, മോശേ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രമല്ല, നിന്റെ അപ്പനെ അറിയാം, അപ്പന്റെ അപ്പനെ അറിയാം, അപ്പന്റെ അപ്പന്റെ അപ്പനെ അറിയാം, നിന്റെ പൂർവികരെ അറിയാം, ഭൂതകാലം അറിയാം, നീ കടന്നുപോയ ദുഃഖങ്ങൾ അറിയാം, നിന്റെ അമ്മ നിന്നെക്കുറിച്ച് ഒഴുക്കിയ കണ്ണുനീരറിയാം, നിന്റെ കുടുംബത്തിന്റെ ബാധ്യത അറിയാം, നിനക്കെതിരെ നിന്ന് ശത്രുക്കളെ അറിയാം, നിന്നെ തകർക്കാൻ ശ്രമിച്ചവരെ അറിയാം, നിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഈ തീക്ക് അറിയാം. നിന്നെ അറിയാത്തൊരു ദൈവമല്ല നിന്നെ അടുത്തേക്ക് വിളിക്കുന്നത്. നിന്റെ പൂർവികരെ അറിയാം, നിന്റെ ഭൂതകാലം അറിയാം, നിന്റെ കണ്ണീരറിയാം, നിന്റെ ദുഃഖങ്ങൾ അറിയാം, നിന്റെ ആധി അറിയാം, നിന്റെ ബാധ്യത അറിയാം, നിന്റെ കടക്കെണി അറിയാം, നിന്നെ തകർക്കാൻ കാത്തു നിൽക്കുന്നവരെ അറിയാം, നിന്റെ പ്രിയപ്പെട്ടവരെ അറിയാം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അറിയാം. ഈ ദൈവത്തിന് എല്ലാവരെയും അറിയാം. അബ്രഹാത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം. മോശ മുഖം മറച്ചു, ദൈവത്തിന്റെ നേരെ നോക്കാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. വാക്യം 8. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായൊരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസർ, ഗിബ്യർ, ജെബൂസ്യർ എന്നിവ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനിയാണ് തമാശ.
എന്തെന്നറിയോ? ഈ തീയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നവൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവനാ. അവന് ഡിപ്രഷൻ വന്നത് അവൻ്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ല എന്നുള്ള സങ്കടത്തിലാണ്. അവനെക്കുറിച്ച് ഉച്ചരിക്കപ്പെട്ട അരുളപ്പാടുകൾ പാഴായിപ്പോയി എന്ന നിരാശയിലാണ് അവന് ഡിപ്രഷൻ വന്നത്. അങ്ങനെ ഡിപ്രഷൻ വന്ന് ഇപ്പോൾ അല്പം മുമ്പ് ടാബ്ലറ്റ് കഴിച്ചവനാണ് ഇവിടെ നിൽക്കുന്നത്. അവനോട് പറയുകയാണ്, അവൻ്റെ വിഷമം എന്താ? കേൾക്കണത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. അവൻ്റെ വിഷമം എന്താ? അവൻ്റെ പ്രാർത്ഥന ആരും കേട്ടിട്ടില്ല. അവനോട് പറയുകയാണ്, നിന്നെ ഞാൻ വിടാൻ പോവാണ്, ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് അതിന് മറുപടിയായിട്ട് നിന്നെ വിടാൻ പോവാന്ന്. അപ്പൊ എൻ്റെ പ്രാർത്ഥനയോ? അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചതോ? അപ്പൊ എൻ്റെ കണ്ണീരോ? ഞാൻ നിലവിളിച്ചതോ? എൻ്റെ അമ്മ കരഞ്ഞതോ? അതിനുത്തരവില്ല. കേൾക്കണം നിങ്ങളിത്. ഇവനെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, എടാ അവര് കരഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. അവര് കരഞ്ഞത്. അപ്പൊ ഞാൻ കരഞ്ഞതോ? അതവിടെ നിൽക്കിട്ട് അവര് കരഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരുമാതിരി മാനാഭിമാനം ഉള്ളവനാണെങ്കിൽ പറയും, കിടക്ക് നിന്റെ ആണ്ട കിടക്കുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പം കഴിഞ്ഞ 40 വർഷം എൻ്റെ കരച്ചിലിന്, എൻ്റെ അമ്മയുടെ കരച്ചിലിന്, എൻ്റെ സഹോദരങ്ങളുടെ കരച്ചിലിന് ഒരു വിലയില്ലേ? നീ എന്തായി പറയുന്നത്? ഈ തീ നിന്നോട് പറയുകയാണ്, എടാ എൻ്റെ ജനം ഈജിപ്തിൽ കിടന്ന് കരയുന്നത് ഞാൻ കണ്ടു. അവരുടെ കണ്ണുനീരിന്, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാൻ നിന്നെ വിടാൻ പോവാണ്. കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുന്നതാണോ, മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നിങ്ങളെ മാറ്റുന്നതാണോ? ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞ മനസ്സിലായി? ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുന്നതാണോ, അതോ അനേകരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നിങ്ങളെ മാറ്റുന്നതാണോ? ഏതാണ് നിങ്ങൾക്കിഷ്ടം? മോശയോട് ദൈവം ചോദിക്കുന്നത് ഇതാണ്. അതായത്, നിന്റെ പ്രാർത്ഥന അവിടെ കിടക്കട്ടെ. എന്താ കാര്യം എന്നറിയാമോ? അതായത് വളരെ ശ്രദ്ധിക്കണം, വളരെ നല്ലപോലെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. അത്രയും സട്ടിലാണിത്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ നിയോഗം തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നമ്മളെ മാറ്റിയാൽ അതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മറുപടി. മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ പറയാം. അതായത്, നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പ്രാർത്ഥിച്ചേ? ആരോഗ്യം വേണം, സാമ്പത്തിക സുരക്ഷിതത്വം വേണം, മക്കൾ നിലയിലെത്തണം, ഈ അത്യാവശ്യം ഈ വട്ടച്ചെലവെല്ലാം നടക്കണം. ഇത് പ്രാർത്ഥിച്ച് ഇത് നടക്കാതെ 40 കൊല്ലം കഴിഞ്ഞു. ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, എടാ അപ്പുറത്തെ മാണ്ഡ്യ രൂപതയിലെ കുറേ പേര് കരയുന്നു, നിന്നെ അവരുടെ മറുപടിയായിട്ട് ഞാൻ വിടാൻ പോവാണ്. നിന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകളെല്ലാം നിറവേറപ്പെടും. രണ്ട് ഇഫക്റ്റാണ്. എന്തെന്നറിയാമോ? ഈ ആദ്യത്തേത് നടന്നാൽ ഇത് മാത്രമേ നടക്കൂ, നിന്റെ കാര്യം മാത്രം നടക്കും. എന്നാൽ ഈ രണ്ടാമത്തേത് നടന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാവും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാവും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ അഗ്നിയുടെ പ്രത്യേകത നിന്നെ ഒരു ചെറിയ ക്യാൻവാസിൽ നിർത്തുന്ന അഗ്നിയല്ലിത്. നിന്നെ നിന്റെ അതിരുകൾ വിസ്തൃതമാക്കി അനേകായിരങ്ങളുടെ കണ്ണുനീരിന് നിന്നെ മറുപടിയാക്കുന്ന ഒരഗ്നിയാണ് ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങാൻ പോകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ പറയുകയാണ്, അതിനുള്ള അടയാളം നീ ആ ജനത്തെ മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ മലയിൽ നിങ്ങൾ എന്നെ ആരാധിക്കും. പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ റിസൾട്ട് ഇതാണ്. നമ്മൾ ദൈവാരാധകരായി മാറും, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറും. ഈ മലയിലെത്തുമ്പോൾ നമ്മൾ ഓർക്കും, ഇവിടെ വച്ചാണ് എന്നെ ഒരു തീ നേരിട്ടത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ അഗ്നി നിങ്ങളെ നേരിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നോ? നിങ്ങളിത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നോ?
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ശക്തമായ ആ എൻകൗണ്ടർ ഉണ്ടാവാൻ നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം.